സോ ഹായ് ഓൾ, നമ്മൾ ഇന്നൊരു പുതിയ സെഷനായിട്ട് വരികയാണ്. സോ നമ്മളെ ഫിസിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു 80% നമ്മൾ തീർത്തു. ക്ലോസ് ടു 80% നമ്മൾ തീർത്തു. ഓക്കെ, നമുക്ക് മൊത്തം 15 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും വലിയ ചാപ്റ്റർ ആയ +1 തന്നെ വലിയൊരു ചാപ്റ്റർ നമ്മൾ 6 പാർട്ട് കൊണ്ടൊക്കെ തീർത്ത് നമ്മൾ ഫ്ലൂയിഡ് ഉണ്ടല്ലോ അതുവരെ നമ്മൾ തീർത്തു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എടുക്കാനുള്ളതായിട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 5 ചാപ്റ്റർ ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് സോളിഡും ലിക്വിഡും നമ്മൾ സംസാരിച്ചത് മൊത്തം. ഇനി തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഉണ്ട്. ദെൻ തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്ന വേറൊരു ചാപ്റ്റർ ഉണ്ട്. ദെൻ കൈനറ്റിക് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ ഓസിലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഓക്കെ, ഏറ്റവും അവസാനത്തെ ഒരു ചാപ്റ്റർ ആണ് വേവ് മോഷൻ അല്ലെങ്കിൽ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. വേവ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ടെസ്റ്റിൽ ചിലപ്പോൾ വേവ് മോഷൻ എന്നാണ് പറയാം. ഓക്കെ, സോ ഇനി ആകെ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ പഠിപ്പിക്കാനുള്ളത്. ഇതിൽ തെർമൽ പ്രോപ്പർട്ടീസ് ഐ തിങ്ക് ഷമീം സാർ തുടങ്ങി എന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് തെർമോ ഡൈനാമിക്സ് ഉണ്ട്. തെർമോ ഡൈനാമിക്സ് നിങ്ങൾ +1 മൂസിൻ സാർ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ടാവും. അതിന് നേരെ ഫിസിക്കൽ വേർഷൻ ആണ് തെർമോ ഡൈനാമിക്സ്. കെമിസ്ട്രിയിലെ തെർമോ ഡൈനാമിക്സും ഫിസിക്സിലെ തെർമോ ഡൈനാമിക്സും തമ്മിൽ ധാരാളം സാദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലെ ഫിസിക്സിലെ തെർമോ ഡൈനാമിക്സ് എന്താ വെച്ചാൽ കെമിസ്ട്രി പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ അത് അവിടെ പഠിച്ചതിനേക്കാൾ കുറച്ചും കൂടെ കുറവാണ് ഫിസിക്സിലെ തെർമോ ഡൈനാമിക്സ്. അവിടെ കെമിസ്ട്രി തെർമോ ഡൈനാമിക്സ് വളരെ 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 ഇമ്പോർട്ടന്റ് മൊഡ്യൂളാണ്. കാരണം എൻട്രൻസ് ആയിട്ട് നല്ല ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്സിലെ തെർമോ ഡൈനാമിക്സ് അത്രത്തോളം ഭീകരമല്ല, എങ്കിലും കുറച്ച് പഠിക്കാനുണ്ട്. ദെൻ ഇതിൽ ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ് കൈനറ്റിക് തിയറി. ഇത് നമുക്കൊരു 1.5 hour കൊണ്ട് തീർക്കാൻ പറ്റും. വളരെ ചെറിയ ചാപ്റ്റർ ആണ്. ഐ തിങ്ക് ഇത് നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഡാൾട്ടൺ അല്ല, അത് അറ്റോമിക് തിയറിയാണ്. അങ്ങനെ കുറെ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ദെൻ ഓസിലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, അത് നമ്മൾ സിമ്പിൾ പെൻഡുലം കേട്ടിട്ടുണ്ടാവും. സിമ്പിൾ പെൻഡുലം. സോ അതിന്റെ മോഷൻസ് ആണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. ഓക്കെ, അതും കൂടെ കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആണ് വേവ് മോഷൻ. ഓക്കെ, അപ്പം ഇത് ഈ തെർമൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ ടെമ്പറേച്ചറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. സാറ് എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സാറ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ടെമ്പറേച്ചറിനെ പറ്റിയാണ് തെർമൽ പ്രോപ്പർട്ടീസ് സംസാരിക്കുന്നത്. സോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലക്കാണ് തെർമോ ഡൈനാമിക്സ് വരുന്നത്. അതിന്റെയും ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലക്കാണ് കൈനറ്റിക് തിയറി വരുന്നത്. സോ ഇത് മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വേവില് നിങ്ങൾ കേൾക്കാത്ത കുറെ ടേംസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, അത് നമ്മൾ അവിടെ പറയാം. നിങ്ങൾ കേൾക്കാത്ത ഈ 3 ചാപ്റ്ററിൽ പഠിപ്പിച്ച നിങ്ങൾ കേൾക്കാത്ത കുറെ ടേംസ് ഉണ്ടാവും ഈ വേവ് എന്ന് പറയുന്ന ഈ സാധനത്തിൽ. ഓക്കെ, സോ അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും, അത് വിഷയാക്കണ്ട. പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു ഓസിലേഷൻ എന്ന് പറയുന്ന വേറൊരു സംഭവം ഉണ്ട്, അതും സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ ഫുള്ള് മെക്കാനിക്സ് ആണ് പഠിക്കുന്നത്. അതായത് മോഷനെ പറ്റി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് +1 മൊത്തം പഠിക്കുന്നത്. ഫുൾ മെക്കാനിക്സ് പഠിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു, 1D മോഷൻ പഠിച്ചു, 2D മോഷൻ പഠിച്ചു, പിന്നെ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന മോഷൻ പഠിച്ചു, പിന്നെ ഫ്ലൂയിഡിന്റെ മോഷൻ പഠിച്ചു. അതേപോലെ ഇപ്പൊ ഇനി നമുക്ക് ഓസിലേറ്ററി മോഷൻ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ വേവ് മോഷൻ നമ്മളിപ്പോ പഠിക്കുന്നു. അങ്ങനെ അങ്ങനെ കുറെ ടൈപ്പ് എന്താ പറയാ മോഷൻസ് ആണ് +1 മൊത്തം നിങ്ങൾ പഠിക്കുന്നത്. പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് എന്താ പറയുക ടെമ്പറേച്ചറും തെർമോഡൈനാമിക്സും ഒക്കെ ഉണ്ടെന്ന് മാത്രം, എങ്കിലും അതൊക്കെ വളരെ എളുപ്പമാണ്. ഓക്കെ, സോ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ +1 ഫിസിക്സ് മാത്രമേ ഇത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, കാരണം കുറെ കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും ഈ തെർമൽ പ്രോപ്പർട്ടീസ്, പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി, വേവ്, ഓസിലേഷൻ, ഇതൊക്കെ അത്യാവശ്യം കമ്പാരിറ്റീവ്ലി എളുപ്പമാണ് അടുത്ത വർഷത്തെ വെച്ച് നോക്കിയാൽ. ഓക്കെ, സോ ഇത് പിന്നെ ഫ്ലൂയിഡ് ഇത്തിരി പണിയുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്കത് മാനേജബിൾ ആണ് അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഗ്രാവിറ്റേഷൻ, അതേപോലെ ലോസ് ഓഫ് മോഷൻ, ഇതൊക്കെ വളരെ എളുപ്പമാണ് നിങ്ങളെ +1 ഫിസിക്സ് എന്നുള്ളത്. ഏറെക്കുറെ എളുപ്പമാണ്. പിന്നെ കുറച്ച് ബോറൻ ടോപ്പിക്കാണ്, കാരണം ഫുള്ള് മെക്കാനിക്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ബട്ട് ഇതേപോലെ അല്ല നിങ്ങൾ +2 എത്തുമ്പോൾ സംഭവിക്കുക. ഓക്കെ, +2 എത്തുമ്പോൾ കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവും. കാരണം കുറെ മാഗ്നറ്റിസം, കറണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ പഠിക്കുന്നുണ്ടാവും. പക്ഷെ എന്താ വെച്ചാൽ ആദ്യത്തെ 8 ചാപ്റ്റർ അടക്കം കണക്റ്റഡ് ആണ്, മൊത്തം കണക്റ്റഡ് ആണ്. സോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഈ വരുന്ന +1 എക്സാമിന് തന്നെ ഫുൾ മാർക്ക് നിങ്ങൾ വാങ്ങുക. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, +1 മാർക്ക് കുറഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷെ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾ +2 എത്തുമ്പോഴാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ വീണ്ടും ഇതെടുത്ത് പഠിക്കേണ്ടി വരും. അപ്പൊ ആ സമയം +2 നമുക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല. സോ അതുകൊണ്ട് തന്നെ എന്താ പറയാ, +1 എക്സാം, ബോർഡ് എക്സാം കമ്പാരിറ്റീവ്ലി നല്ല ടഫ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇമ്പ്രൂവ്മെന്റ് ആകുമ്പോൾ ഇമ്പ്രൂവ്മെന്റിന് കുറച്ചും കൂടെ എളുപ്പമാവും. അപ്പോ കുറച്ച് എന്താ പറയാ ടഫ് ആയിരിക്കും. എന്നിരുന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, A+ വാങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ A+ എന്നുള്ള ലെവൽ ഇനി മാറ്റാം, നമുക്ക് ഫുൾ മാർക്ക് വേണം. ഓക്കെ, 80 ഔട്ട് ഓഫ് 80 അത് മൊത്തം നമുക്ക് നേടണം.
ഓക്കെ, 60 മാർക്കിനാണ് എക്സാം, പിന്നെ 20 ഇന്റേണലൊക്കെ ഉണ്ടല്ലോ. സോ അങ്ങനെ 80 ഔട്ട് ഓഫ് 80 മാർക്ക് നമുക്ക് വാങ്ങണം മൊത്തം ഇതിൽ ഫിസിക്സിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഈ മാസത്തോടു കൂടി നമ്മൾ ഫിസിക്സ് മൊത്തം തീർക്കും. ഈ മാസം ഡിസംബർ ആണ്, അതിൽ മൊത്തം നമ്മൾ തീർത്തിട്ട് നെക്സ്റ്റ് മന്ത് മുതൽ നമ്മൾ റിവിഷൻ ആണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ പഠിച്ച 15 ചാപ്റ്റേഴ്സിന്റെയും കറക്റ്റ് കട്ടൊക്കെയുള്ള റിവിഷൻ, ഒരു രക്ഷയില്ലാത്ത റിവിഷൻ ആയിരിക്കും. ഇതുവരെ ചോദിച്ച ഒരു എന്താ പറയുക 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒരു വഴിയായി ഉണ്ടാവും. അങ്ങനെ വഴിയായി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വേറെ ലെവലല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പക്ക ആയിട്ടുണ്ടാവും, സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾ വേറെ ലെവലായിട്ടുണ്ടാവും. ഓക്കെ, സോ അതിൽ നമുക്ക് എടുക്കാത്ത ടോപ്പിക്ക് ഇനി അതിൽ മിസ്സായതുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ എടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ടോപ്പിക് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒന്നും കൂടെ എടുക്കും. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമ്മൾ എടുക്കും. അങ്ങനെ നമ്മൾ വളരെ ഉഷാറായിട്ട്, വളരെ ആക്യുറേറ്റ് ആയിട്ട്, നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക, ഉപദേശം നിർത്താം. അല്ലാതെ ഉപദേശം പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയും, ഈ പ്രായത്തെ കുട്ടികൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഒരു 15 to 18 വയസ്സിന്റെ ഇടയിലുള്ള കുട്ടികൾക്ക് ഉപദേശം എന്ന് പറയുന്നത് വളരെ ഒരു ഇറിറ്റേഷൻ ഉള്ള സംഗതിയാണ്. ആരെങ്കിലും ഉപദേശിച്ചാൽ എന്താ സംഭവിക്കുക, നിങ്ങളെ ചെവി അല്ല മീൻസ് നിങ്ങളുടെ ദേഹം ഇങ്ങനെ ചൊറിഞ്ഞു കയറും. കാരണം എന്താ വെച്ചാൽ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ട്. സോ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. എല്ലാവരും നിങ്ങൾ ഉപദേശിക്കുന്നത് വീട്ടുകാരായിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, വേറെ ആരും ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾ അഡ്വൈസ് ചെയ്തത് നിങ്ങളെ നല്ലതിനു വേണ്ടിയാണ്. സോ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലെടുത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ വേറെ എന്നോട് ദയവേദ ദേഷ്യം എന്ന് തോന്നരുത്. എനിക്കൊക്കെ നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ എത്തണം എന്ന് വളരെയധികം ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, നിങ്ങളെ വീട്ടുകാരെ അതേപോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊരു നല്ല പൊസിഷനിൽ എത്തണം എന്നുള്ളത്. സോ നിങ്ങൾ എത്താൻ എന്റെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായ സഹായങ്ങളും ആത്മാർത്ഥമായ പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ, ഞാൻ എടുക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ ഡെയിലി വീഡിയോ കണ്ടിട്ട് ഒന്ന് പഠിച്ചു തന്നാൽ മതി. അത് മാത്രം നിങ്ങൾ ഇപ്പോൾ ചെയ്താൽ മതി, ബാക്കി ഒന്നും വിഷയാക്കണ്ട. ഓക്കെ, പിന്നെ നിങ്ങൾ ഏത് സമയത്ത് എന്നോട് ചോദിച്ചാലും ഞാൻ ഒഴിവില്ല സമയമാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും, അത്യാവശ്യം ഡൗട്ട് ചോദിച്ചാൽ അത് മൊത്തം ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് കാണും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ചാപ്റ്റേഴ്സിൽ അടക്കാം. 15th ചാപ്റ്റർ ആണ്, 15 ചാപ്റ്ററിനാണ് ഉള്ളതെന്ന് തോന്നുന്നു. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെ വിഷയമല്ല. സോ വേവ്, ഓക്കെ, ഇതിന് നമ്മൾ നിങ്ങളുടെ ചാപ്റ്ററിൽ ചിലപ്പോൾ വേവ് മോഷൻ എന്നാണ് പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇതില് 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ വേവ് മോഷൻ പഠിപ്പിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ചിലപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ ബുക്ക് എന്തോ മാറി വിഷയം വന്നപ്പോൾ അത് ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ പാഠം മാറ്റി എന്നൊക്കെ തോന്നുന്നുണ്ട്. സോ വേവ് മോഷൻ എന്നുള്ള ചാപ്റ്റർ ഇത് വളരെ സിമ്പിൾ ആണ്. അതെന്താ ഈ വേവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഇതേപോലത്തെ ഒരു സംഭവം നമ്മൾ പണ്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇതാണ് ഒരു വേവ് മോഷന്റെ ഇത് അല്ലെ, ഇതാണ് ഒരു വേവ് മോഷന്റെ സാധാ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ 10ലും 9ലൊക്കെ വേവ് മോഷൻ എന്താ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് നമ്മൾ കുറച്ചും കൂടെ എന്താ പറയാ കറക്റ്റ് ആയിട്ട് പഠിക്കുകയാണ്. എന്താണ് വേവ്, നമ്മള് ഇപ്പം സിയിലൊക്കെ സീ വേവ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കടൽ തിരമാലകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഒരു ടൈപ്പ് വേവ് ആണ്. അങ്ങനെ കുറെ ടൈപ്പ് വേവ് ഉണ്ട്. ഓക്കെ, സോ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് കുറെ ടൈപ്പ് വേവുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ വേവുകളെ പ്രോപ്പർട്ടീസ്, വേവുകളെ ഡിസ്പ്ലേസ്മെന്റ്, പിന്നെ ആ വേവുകൾ ഡെയിലി ലൈഫിൽ അതിന് എന്തൊക്കെ ബന്ധങ്ങൾ നമ്മളായിട്ട് ഉണ്ടാവുന്നുണ്ട്. സോ അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്താ പറയാ വല്ലാതെ സമയം വൈകിക്കാതെ ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഒന്ന് കടക്കാം. ഓക്കെ, സോ നോക്കാം എന്താണ് വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ. വാട്ട് ഈസ് വേവ് മോഷൻ? ഓക്കെ, എ വേവ് മോഷൻ ഈസ് എ ട്രാൻസ്മിഷൻ ഓഫ് എനർജി ഓർ മൊമെന്റം ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ത്രൂ ഇലാസ്റ്റിക് മീഡിയം. ഫോർ എക്സാമ്പിൾ, ഈ പോയിന്റിൽ നിന്ന് ഒരു വേവ് ഇതേപോലെ ഇങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എ എന്നുള്ള പോയിന്റ് ആണ്, അതേപോലെ ബി എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ, ഇതിലൂടെ ഒരു വേവ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ ഒരു മീഡിയം ഉണ്ടാവുമല്ലോ, ആ മീഡിയത്തിലൂടെ നടക്കുന്ന എന്താ വെച്ചാൽ ഇവിടെ ട്രാൻസ്ഫർ ഓഫ് എനർജി ആണ്. ഓക്കെ, ഒന്നുകിൽ എനർജിന്റെ ട്രാൻസ്ഫർ ആണ്, അല്ലെങ്കിൽ മൊമെന്റത്തിന്റെ ട്രാൻസ്ഫർ ആണ്. എന്താ പറയാ, സത്യം പറഞ്ഞാൽ ഈ മീഡിയത്തിലൂടെ ഒരു വേവ് പോകുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, സോ അത് എനർജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ എന്താ പറയാ ഓരോ പോയിന്റിൽ നിന്ന്, ഇപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ഈ പോയിന്റിലേക്ക് ആദ്യം എനർജി അല്ലെങ്കിൽ മൊമെന്റം ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഓരോ പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ലാസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് മൊത്തം എത്തും. അല്ലെങ്കിൽ ഈ മീഡിയത്തിൽ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് വിഷയമല്ല. അപ്പോ വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൊമെന്റം ട്രാൻസ്മിറ്റ് ചെയ്യുക. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എന്താ പറയാ ഒരു ഇലാസ്റ്റിക് മീഡിയത്തിലൂടെ എന്താ പറയാ മൊമെന്റം ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഫിനോമിനക്ക് പറയുന്ന പേരാണ് വേവ് മോഷൻ. ഓക്കെ, സോ ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ,
സോ അത് കഴിഞ്ഞു. ഇനി അടുത്തത്, വെൻ എ വേവ് ട്രാവൽസ് ത്രൂ എ മീഡിയം, ഒരു മീഡിയത്തിലൂടെ ഒരു വേവ് ട്രാവൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസ് അബൌട്ട് ദെയർ മീൻ പൊസിഷൻ. ഓക്കെ, സച്ച് വേവ്സ് ആർ കോൾഡ് ഇലാസ്റ്റിക് വേവ് ഓർ മെക്കാനിക്കൽ വേവ്. വേവ്സ് കുറെ ടൈപ്പ് ഉണ്ട്, ഇഷ്ടംപോലെ ടൈപ്പ് ഉണ്ട്. ടൈപ്പ് ഓഫ് വേവുകളൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അതിൽ ആദ്യത്തെ ടൈപ്പ്, മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് വേവുകളാണ് നമുക്കുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ വേവ്. എന്താ സാധനം? മെക്കാനിക്കൽ വേവ് ആണ് ഒന്നാമത്തെ ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നോൺ മെക്കാനിക്കൽ വേവ് ആണ്. ഓക്കെ, നോൺ മെക്കാനിക്കൽ വേവ്. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് വേവ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, മെക്കാനിക്കൽ വേവ്, നോൺ മെക്കാനിക്കൽ വേവ്. മെക്കാനിക്കൽ വേവിനെ തന്നെ ഇലാസ്റ്റിക് വേവ് ഒന്നും പഠിക്കാം. ഓക്കെ, എന്താ മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ? മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു മീഡിയത്തിലൂടെ, അപ്പൊ സപ്പോസ് ഇതിപ്പോ ഒരു മീഡിയ ആണ്. ഓക്കെ, ഈ മീഡിയത്തിലൂടെ ഒരു വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ, ഈ മീഡിയത്തിലൂടെ വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്. അപ്പം ഓരോരോ പാർട്ടികളും ഇവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടാവും. സോ ഈ പാർട്ടികൾ എന്ത് ചെയ്യും? സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതായത് SHM എന്ന് പറഞ്ഞിട്ടുള്ള ഓസിലേഷൻ അണ്ടർഗോ ചെയ്യും. എന്താ അണ്ടർഗോ ചെയ്യുക? സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ എന്ത് ചെയ്യും? അണ്ടർഗോ ചെയ്യും. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ. എന്താ ഈ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ഈ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷനെ പറ്റിയാണ് ഓസിലേഷൻ എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. അതായത് ഇതിന് മുമ്പത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, 14ാമത്തെ ചാപ്റ്റർ, സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ പഠിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതിനെ SHM എന്നാണ് വിളിക്കുക. SHM എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ അണ്ടർഗോ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അതിന്റെ ആക്സിലറേഷൻ, അത് പോകുമ്പോൾ ഉണ്ടാവുന്ന ആക്സിലറേഷനും അതേപോലെ അതിന്റെ പൊസിഷൻ എക്സും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എങ്ങനെ ആയിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. പക്ഷെ അവരുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് A പ്രൊപ്പോർഷണൽ ടു -X ആയിരിക്കും. ഓക്കെ, അതായത് ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ്. ഒരു പാർട്ടിക്കിൾ SHM സിമ്പിൾ ഹാർമോണിക് മോഷനിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആക്സിലറേഷനും അതേപോലെ അതിന്റെ പൊസിഷൻ ഡിസ്പ്ലേസ്മെന്റും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. പക്ഷെ ആക്സിലറേഷന്റെ ഡയറക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. കാരണം അങ്ങനെ ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു മൈനസ് സൈൻ ഇട്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിനെ പറ്റി അല്ലാതെ ബോധറാവണ്ട, കാരണം ഇതിനെ പറ്റി ഒരു ചാപ്റ്ററിന് നമുക്ക് പഠിക്കാനുണ്ട്. സോ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ മെക്കാനിക്കൽ ഓർ ഇലാസ്റ്റിക് വേവ് എന്ന് പറഞ്ഞാൽ? ഒരു മീഡിയത്തിലൂടെ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലാസ്റ്റിക് വേവ് ട്രാവൽ ചെയ്താൽ അതിന്റെ പാർട്ടിക്കിളൊക്കെ SHM സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ത് ചെയ്യും? അണ്ടർഗോ ചെയ്യും അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യും. SHM ഓസിലേറ്റ് ചെയ്യും. സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ഓസിലേറ്റ് ചെയ്യും. എന്താ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ? ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ബട്ട് ആക്സിലറേഷന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷനിലാണെങ്കിൽ ആക്സിലറേഷൻ നേരെ ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നേരെ താഴോട്ടാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ നേരെ മുകളിലോട്ടായിരിക്കും. ഓക്കെ, അതാണ് A പ്രൊപ്പോർഷണൽ ടു -X. ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. സോ ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് വേവ് എന്ന് പറയുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. ദേ നീഡ് എ മീഡിയം ടു ട്രാവൽ. ഓക്കെ, മെക്കാനിക്കൽ വേവിന് ആ പേര് പറയാൻ തന്നെ കാരണം അതിനൊരു മീഡിയം വേണം ട്രാവൽ ചെയ്യാൻ. അത് ഇപ്പോ ഒരു മീഡിയം ഇല്ലാത്ത സ്ഥലം, ഇപ്പോൾ സ്പേസിലൊന്നും മീഡിയങ്ങളൊന്നും ഇല്ല, അപ്പൊ അതിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റൂല. അതേപോലെ ഇപ്പോൾ വാട്ടറൊക്കെ ഒരു മീഡിയമാണ്, അതിലൂടെയൊക്കെ ട്രാവൽ ചെയ്യും. ഇപ്പൊ നമ്മൾ എയർ കൂടെയും ട്രാവൽ ചെയ്യും, കാരണം എയർ ഒക്കെ ഒരു മീഡിയമാണ്. സോ അതിന് ട്രാൻസ്ഫർ അല്ലെങ്കിൽ അതിന് എന്താ പറയാ, ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം അത്യാവശ്യമാണ്. ദെൻ സൗണ്ട് വേവ് ഈസ് എ മെക്കാനിക്കൽ വേവ്. സൗണ്ട് വേവിനെ പറ്റി നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ഇപ്പൊ സൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ വേവ് ആണ്. അതായത് സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു മീഡിയം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ സ്പേസിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ശൂന്യാകാശം, അവിടെയൊക്കെ പോയ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്യും? അവരിപ്പോ എത്ര അടുത്താണ്, ഇപ്പൊ ഒരു ആസ്ട്രോണോട്ട് ഇതാണ്, മറ്റൊരു ആസ്ട്രോണോട്ട് ഇവിടെയാണ്, ഇവർ എത്ര അടുത്താണെങ്കിലും ഇവർ സംസാരിച്ചാൽ കേൾക്കൂല. കാരണം കേൾക്കാതിരിക്കാൻ കാരണം ഇവരിടയിൽ ഒരു മീഡിയം ഇല്ല. ഓക്കെ, ഒരു മീഡിയം ഇല്ല. അപ്പൊ സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം വേണം. സോ മീഡിയം അല്ലെങ്കിൽ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവർ എത്ര അടുത്താണെങ്കിലും ഇവരൊരു വാക്കി ടോക്കി അല്ലെങ്കിൽ റേഡിയോ ഇവരെ കയ്യിലുണ്ടാവും. ഓക്കെ, വാക്കി ടോക്കി അല്ലെങ്കിൽ റേഡിയോ ഇവരെ കയ്യിലുണ്ടാവും. എന്നിട്ട് അതിലെ വേവ് വഴിയാണ് ഇവരെന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്പേസിൽ ഇവര് യൂസ് ചെയ്യാൻ വാക്കി ടോക്കികൾ അല്ലെങ്കിൽ ഈ റേഡിയോ ഒക്കെ യൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ സൗണ്ട് ഒരു മെക്കാനിക്കൽ വേവ് ആണ്. സൗണ്ടിന് ഒരു മീഡിയം വേണം ട്രാവൽ ചെയ്യാൻ, പക്ഷെ അവിടെ ഒരു മീഡിയം ഇല്ല. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ബോർഡ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നോൺ മെക്കാനിക്കൽ വേവ് ആണെങ്കിലോ? ലൈറ്റ് വേവ്സ് ആർ നോൺ മെക്കാനിക്കൽ വേവ്. യെസ്, ലൈറ്റ് വേവ് ഒരു നോൺ മെക്കാനിക്കൽ വേവ് ആണ്. ദേ ഡു നോട്ട് നീഡ് എനി മീഡിയം ടു ട്രാവൽ. അതായത് ലൈറ്റ് ഒരു നോൺ മെക്കാനിക്കൽ വേവ് ആണ്. അതുകൊണ്ടാണ് സണ്ണിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? സ്പേസ് വഴി എർത്തിലോട്ട് ആരെത്തുന്നത്? ലൈറ്റ് എത്തുന്നത്. അവിടെ ഒന്നും മീഡിയം ഒന്നും ഇല്ല, എന്നിട്ടും ലൈറ്റ് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അതായത് ലൈറ്റ് എന്താണ്? ഒരു നോൺ മെക്കാനിക്കൽ വേവ് ആണ്. അതിനൊരു മീഡിയം വേണ്ട ട്രാവൽ ചെയ്യാൻ. ഓക്കെ, സോ ഇതോടുകൂടെ അത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് അടുത്ത പരിപാടിക്ക് പോവാം. ദാറ്റ് ഈസ് വേവ് ലെങ്ത്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വേവ് ലെങ്ത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എങ്കിലും ഞാൻ എന്ത് ചെയ്യാം? ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ,
സോ ഇതാണ് വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ ലാംഡയാണ്. ലാംഡ എന്താ പറഞ്ഞുതരാം, ലാംഡ. ഇത് പണ്ട് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതൊരു ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഇടുക, ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ ഇടുക. ഓക്കെ, അതിന്റെ മുകൾക്ക് അത് പോയരുത്, ഇങ്ങനെ ഇട്ടാൽ മതി. ലാംഡ, ഇതിന്റെ പേരാണ് ലാംഡ. ഓക്കെ, LAMBDA. ഓക്കെ, LAMDA, ലാംഡ. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരാണ് ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. ഓക്കെ, ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ ടു കോൺസിക്യൂട്ടീവ് ട്രഫ് ഓഫ് എ വേവ്. എന്താണ് ഈ ക്രസ്റ്റ്, അതേപോലെ എന്താണ് ഈ ട്രഫ്? ഓക്കെ, ക്രസ്റ്റ് ട്രഫ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോ ഒരു വേവ് ആണ്. ഓക്കെ, ഇപ്പൊ ഇതൊരു വേവ് ആണെന്ന് വിചാരിക്കാം. സോ ഇതൊരു വേവ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു വേവ് ആണ്. ഈ വേവ് ഇങ്ങനെ പോവും, ഇങ്ങനെയൊന്നും അല്ലട്ടോ. വേവ് കുറെ ടൈപ്പിൽ പോവാറുണ്ട്. ഓക്കെ, സോ ഈ സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ആക്സിസിനെ നമ്മൾ മീൻ പൊസിഷൻ എന്ന് പറയാം. ഓക്കെ, ഇത് എക്സ് ആക്സിസ് ആണ്, അതിന് നമ്മൾ മീൻ പൊസിഷൻ എന്ന് പറയും. ഓക്കെ, മീൻ പൊസിഷൻ എന്ന് പറയും. ഇവിടെ ഇവിടെ ഇതൊരു ആക്സിസ് തന്നെയാണ്, വൈ ആക്സിസ് ആണ്. സോ ഈ മീൻ പൊസിഷന് മുകൾക്കുള്ള ആളുകളൊക്കെ നമ്മൾ ക്രസ്റ്റ് എന്നാ വിളിക്കുക. ഓക്കെ, ഇതിന് ക്രസ്റ്റ് ആണ്, ഇതൊരു ക്രസ്റ്റ് ആണ്. ഓക്കെ, അതായത് ഈ പോസിറ്റീവ് ഭാഗത്തുള്ള ആളുകളൊക്കെ ക്രസ്റ്റ് ആണ്. അതേപോലെ ഈ നെഗറ്റീവായിട്ട് താഴോട്ട് താഴ്ന്നെടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ നമ്മൾ ട്രഫ് എന്ന് വിളിക്കും. TROUGH. ഓക്കെ, TROUGH. അപ്പൊ ഇതൊക്കെ ട്രഫുകളാണ്. സോ താഴേക്കുള്ളതൊക്കെ ട്രഫ് ആണ്, മുകൾക്കുള്ളതൊക്കെ ക്രസ്റ്റ് ആണ്. സോ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ ടു കോൺസിക്യൂട്ടീവ് ട്രഫ്. ഓക്കെ, രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള, അടുത്തുള്ള ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരത്തിനെയാണ് എന്ത് നമുക്ക് പറയാം, വേവ് ലെങ്ത് എന്ന് പറയാം. സോ ഇത് തമ്മിലുള്ള ദൂരം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ താഴോട്ട് രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ദൂരത്തിനെയും നമുക്ക് എന്ത് പറയാം, വേവ് ലെങ്ത് എന്ന് പറയാം. ഓക്കെ, രണ്ടും അടുത്തടുത്താവണം, കൺസിക്യൂട്ടീവ് ആവണം, അല്ലെങ്കിൽ പറ്റൂല. ഓക്കെ, അതേപോലെ തന്നെ ഒരു വേവ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ഒരു വേവ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ക്രസ്റ്റും ഉണ്ടാവും, അതേപോലെ ഒരു ട്രഫും ഉണ്ടാവും. ഒരു ക്രസ്റ്റും ഒരു ട്രഫും, അതിനാണ് നമ്മൾ വേവ് എന്ന് പറയാം. ഓക്കെ, ഒരു ക്രസ്റ്റും ഉണ്ടാവണം, നിർബന്ധമായിട്ട് ഒരു ട്രഫും ഉണ്ടാവും. അതായത് ഇവിടെ തൊട്ട് ഇതുവരെ. ഓക്കെ, അപ്പൊ ഇതൊരു വേവ് ആണ്, കാരണം ഇവിടെ ഒരു ക്രസ്റ്റും ഉണ്ട്, ഒരു ട്രഫും ഉണ്ട്. സോ ഒരു ക്രസ്റ്റും ഒരു ട്രഫും തമ്മിലുള്ള ഡിസ്റ്റൻസിന്, അല്ലെങ്കിൽ ഒരു ക്രസ്റ്റും ഒരു ട്രഫും ആണ് ഒരു വേവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വേവ് ലെങ്ത് ഇതാണ്. വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ മീറ്റർ തന്നെയാണ്, കാരണം ഡിസ്റ്റൻസ് ആണല്ലോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഈ ഡിസ്റ്റൻസ് ആണ്. സോ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ വേവ് ലെങ്ത്തിന്റെ യൂണിറ്റും എന്താണ്, എന്താ പറയാ, മീറ്റർ തന്നെയാണ്. ഓക്കെ, സോ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഫ്രീക്വൻസി. ഓക്കെ, എന്താണ് ഫ്രീക്വൻസി? ഓക്കെ, ഫ്രീക്വൻസി എന്താ, നമ്മൾ 2D മോഷനിൽ ഓൾറെഡി പറഞ്ഞ കാര്യമായിരുന്നു. എന്താ ഫ്രീക്വൻസി? ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഓക്കെ, എന്താ ഫ്രീക്വൻസി? ഫ്രീക്വൻസിക്ക് എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചിലര് അടുത്ത വർഷമൊക്കെ നിങ്ങൾ ഫ്രീക്വൻസിക്ക് എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം, പകരം ന്യൂ എന്ന ആൽഫബറ്റ് ആണ് ഡിനോട്ട് ചെയ്യുക. ന്യൂ ഇതൊരു ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. ന്യൂക്ക് ആദ്യം വി ഇടുക, എന്നിട്ട് ഇങ്ങനെ മുകൾക്ക് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചിലവർ, ഞാനൊക്കെ ഇങ്ങനെ ഇടാറ്, സാധാരണ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ വി ഇടുക, എന്നിട്ട് മുകൾക്ക് നേരെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. നമ്മൾ ന്യൂ എന്നാ പറയാം, ന്യൂ. ഓക്കെ, ഇത് ഫ്രീക്വൻസിക്ക് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. നമുക്ക് എഫ് എന്നും ഡിനോട്ട് ചെയ്യാം, ന്യൂ എന്നും ഡിനോട്ട് ചെയ്യാം, നിങ്ങളെ ഇഷ്ടം. ഓക്കെ, അപ്പൊ എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് വേവ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് എത്ര നമ്പർ ഓഫ് വേവ് ആണ് ട്രാവൽ ചെയ്തത്, അല്ലെങ്കിൽ എത്ര, ഒരു പോയിന്റ് എടുത്താൽ അതോടെ എത്ര നമ്പർ ഓഫ് വേവ് ആണ് പാസ് ചെയ്തത്, ആ പാസ് ചെയ്തതിന്റെ എണ്ണത്തിന് പറയുന്ന പേരാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു, അത് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, 1/t. ഓക്കെ, 1/t. ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചിട്ടുള്ളത്? നമ്മൾ 2D മോഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി ആട്ടോ. അതായത് ഒരു വേവ് പാസ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ അതിനാണ് ടൈം പീരീഡ് എന്ന് പറയാം. ഒരു വേവ് പാസ് ചെയ്യാൻ എടുക്കുന്ന സമയം, അതിനാണ് ടൈം പീരീഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോ അതാണ് ടൈം പീരീഡ് എന്ന് പറയാം, ഒരു വേവ് പാസ് ചെയ്യാൻ എടുക്കുന്ന സമയം. ഓക്കെ, അപ്പൊ അതാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. എനിക്ക് നമ്പർ ഓഫ് വേവ് പാസിംഗ് ത്രൂ ദ മീഡിയം ഇൻ 1 സെക്കൻഡ്, ഒരു സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത്, അതാണ് ഫ്രീക്വൻസി. ഓക്കെ, സോ ഇതാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിന്റെ നേരെ റെസിപ്രോക്കൽ ആണ് ടൈം പീരീഡ്. ഓക്കെ, അപ്പൊ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു വേവ് ഇവിടുന്നോട്ട് ഇതുവരെ പാസ് ചെയ്യാൻ എത്ര ടൈം എടുത്തു, അതാണ് ടൈം പീരീഡ്. ഓക്കെ, സോ ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ഹേർട്സ് ആണ്. ഓക്കെ, ഫ്രീക്വൻസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹേർട്സ് ആണ്. HERTZ, ഹാർട്ട് അല്ല, ഹേർട്സ്. ഹേർട്സ് എന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റ് ആണ്. അല്ലെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ് എന്നും പറയാം. സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറയേണ്ട, കാരണം ഹേർട്സ് എന്ന് പറഞ്ഞ SI യൂണിറ്റ് അതിനുണ്ട്. സോ അതിനെ പറ്റി ബോധറാവണ്ട. സോ വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സോ ഇതാണ് ഫ്രീക്വൻസി, ഇതാണ് ഹേർട്സ്. ഓക്കെ, അപ്പൊ നമ്മളിത് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. നമ്മൾ മെല്ലെ പോയാൽ മതി, കാരണം നമുക്ക് ഈ ആഴ്ച ഈ ചാപ്റ്റർ തീർത്താൽ മതി. ഓക്കെ, സോ അതോടുകൂടെ അതും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ഓഫ് എ വേവ്. ഓക്കെ, അപ്പോ അതെന്താ ഉദ്ദേശിച്ചത് നമുക്കൊന്ന് പോയി നോക്കാം. എന്താ നോക്കാം? ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ ദം. സോ റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി, അതായത് ഒരു വേവ് ട്രാവൽ ചെയ്യുമ്പോൾ അതിനൊരു വെലോസിറ്റി v ഉണ്ടാവും,
പിന്നെ അതിനൊരു ഫ്രീക്വൻസി എഫ് ഉണ്ടാവും, പിന്നെ അതിനൊരു വേവ് ലെങ്ത് ലാംഡ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. സോ നമ്മളിത് ജസ്റ്റ് ഇത് എക്സാമിന് ചോദിക്കൊന്നുമില്ല ഈ ഡെറിവേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. നമ്മൾ വണ്ടി മോഷനിൽ മാത്രമേ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ പറയുള്ളൂ. നിങ്ങൾ ഏതെടുത്താലും കണക്കാണ്. ഓക്കെ, സോ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഓക്കെ, സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു അപ്പൊ ഒരു വേവ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വേവ് ലെങ്ത് ലാംഡയാണ്. ഓക്കെ, സോ ലാംഡ ഓൾ ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ക്യാപിറ്റൽ ടി ആണ് അല്ലെ, ടൈം പീരീഡ് ക്യാപിറ്റൽ ടി ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു 1/t എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ആണ്. ഇതാ മുകളിൽ എഴുതിയിട്ടുണ്ട് 1/t എന്ന് പറഞ്ഞ എഫ് ആണ്. സോ വെലോസിറ്റി ലാംഡ ബൈ ടിക്ക് നമ്മൾ എന്ത് കൊടുക്കാം, ലാംഡ ഇൻറ്റു എഫ് എന്ന് കൊടുക്കാം. അതായത് നമുക്കൊരു ഇക്വേഷൻ കിട്ടി, ഒരു വേവ് എന്താ പറയാ ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ എന്ന് നമുക്ക് എഴുതാം. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. ലാംഡ എന്ന് പറഞ്ഞ വേവ് ലെങ്ത്, എഫ് ഫ്രീക്വൻസി, വി വെലോസിറ്റി. ഓക്കെ, സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത് മെക്കാനിക്കൽ വേവ് ആണ്. നമ്മൾ നോൺ മെക്കാനിക്കൽ വേവിനെ പറ്റി ഇതിൽ പഠിക്കുന്നില്ല. നോൺ മെക്കാനിക്കൽ വേവ് നമ്മൾ +2 ഫിസിക്സിലാണ് പഠിക്കുന്നത്. നോൺ മെക്കാനിക്കൽ വേവ് നമ്മൾ അവിടെ പഠിക്കുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തം മെക്കാനിക്കൽ വേവ് ആണ് പഠിക്കുന്നത്. ഓക്കെ, സോ മെക്കാനിക്കൽ വേവിനാണ് നമ്മൾ മൊത്തം പഠിക്കുന്നത്. സോ ഇതോടുകൂടെ ഇതും കഴിഞ്ഞു. സോ നിങ്ങൾ ഇത് ഈ ഒരു ഫോർമുല പല പ്രാവശ്യം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരു വേവ് ട്രാവൽ ചെയ്ത ഫ്രീക്വൻസിയും അതേപോലെ വേവ് ലെങ്ത്തും തന്നാൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം, വെലോസിറ്റി വി കണ്ടുപിടിക്കാം. ഓക്കെ, സോ സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ ആയ കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ചാപ്റ്ററിന്റെ 2ാമത്തെ സെക്ഷൻ, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സോ മെക്കാനിക്കൽ വേവ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെക്കാനിക്കൽ വേവിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് തന്നെ. ഇത് നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ പഠിച്ച സംഭവമാണ്. മെക്കാനിക്കൽ വേവ് 2 ടൈപ്പാണ്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും, രണ്ടാമത്തെ ട്രാൻസ്വേഴ്സ് വേവും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, സോ എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും എന്ന് നോക്കാം. വെൻ എ വേവ് പ്രൊപ്പഗേറ്റ് ത്രൂ എ മീഡിയം, if the particle in the medium executes simple harmonic oscillation parallel to the direction of propagation. അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനം എന്ന് പറഞ്ഞാൽ പാരലൽ എന്ന് പറയുന്ന വാക്കാണ്. എന്താണ് പാരലൽ എന്ന് പറയുന്ന വാക്കാണ്? ഓക്കെ, കണ്ടില്ലേ, പാരലൽ എന്ന് പറയുന്ന വാക്കാണ്. ഓക്കെ, ദീസ് സച്ച് വേവ്സ് ആർ കോൾഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഓക്കെ, അതായത് ഒരു മീഡിയം. ഓക്കെ, അപ്പൊ ഇതൊരു മീഡിയം ആണ്. ഓക്കെ, ഇതൊരു മീഡിയം ആണ്. സോ ഈ മീഡിയം ഇപ്പൊ ഒരു വേവ് ഈ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഏത് ഡയറക്ഷനിലാണ്, ഇവിടുന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ് പോകുന്നത്. സോ ഓബ്വിയസ്ലി എന്തായിരിക്കും, ഇവിടെ കുറെ അധികം പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, സോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മെക്കാനിക്കൽ വേവ് ആണെങ്കിൽ പാർട്ടിക്കിൾസ് ഒക്കെ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ അണ്ടർഗോ ചെയ്യും. സോ ഇവിടെയുള്ള ഓരോ പാർട്ടിക്കിളും അണ്ടർഗോ ചെയ്യുന്ന സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ഈ വേവ് പോകുന്ന അതേ ഡയറക്ഷനിലാണെങ്കിൽ, അതായത് അവർ രണ്ടുപേരും പാരലൽ ആണെങ്കിൽ അങ്ങനത്തെ വേവുകളെ പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നുള്ളത്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ വേവ് പോകുന്ന ഡയറക്ഷൻ, അതിനാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. സോ ഒരു മീഡിയത്തിലൂടെ ഒരു വേവ് പോകുമ്പോൾ അതിലെ പാർട്ടിക്കിളൊക്കെ SHM സിമ്പിൾ ഹാർമോണിക് മോഷൻ അണ്ടർഗോ ചെയ്യുന്നത് എന്റെ ഡയറക്ഷനും രണ്ടും പാരലൽ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഓക്കെ, സോ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഇപ്പൊ എന്താ, ഈ ഒരു പാർട്ടിക്കിൾ അണ്ടർഗോ ചെയ്യുന്നുണ്ട് ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ അതിന്റെ എന്താ പറയാ ഡയറക്ഷനും ഇതിനോട് പാരലൽ ആണെന്നുണ്ടെങ്കിൽ, വേവ് പോകുന്ന ഡയറക്ഷന് പാരലൽ ആണെന്നുണ്ടെങ്കിൽ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പാരലൽ ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയാം. ഐ റിപ്പീറ്റ്, പാരലൽ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ അതിന് നല്ലൊരു എക്സാമ്പിൾ ആണ് സൗണ്ട്. ഓക്കെ, സൗണ്ട് ഒരു വളരെ നല്ല എക്സാമ്പിൾ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ് സൗണ്ട്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് മറക്കരുത്. ദെൻ ട്രാൻസ്വേഴ്സ് വേവ് ഇപ്പൊ പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് when a wave propagate through a medium, ഒരു മീഡിയത്തിലൂടെ വേവ് ട്രാവൽ ചെയ്യുമ്പോൾ if the particles in the medium execute simple harmonic oscillation perpendicular അതാണ് നേരത്തെ പാരലൽ ആയിരുന്നു, ഇപ്പൊ പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ എന്താ പറയുക to the direction of propagation of wave, then such waves are called transverse wave. ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഇതൊരു മീഡിയം ആണ്. അപ്പൊ ഈ ഒരു മീഡിയത്തിലൂടെ എന്താ പറയാ, നമ്മളൊരു വേവ് ഉണ്ട്. സോ വേവ് എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് പോകുന്നുണ്ട്. സോ ഇവിടെ കുറെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഈ പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, SHM-ലാണ്. സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. സോ ഇവര് ഡയറക്ഷൻ നേരെ മുകളിലോട്ടാണെങ്കിൽ ഇത് രണ്ട് പെർപെൻഡിക്കുലർ ആയി. അതായത് നമ്മളെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്താ പറയാ, അല്ലെങ്കിൽ
വേവ് പോകുന്ന വഴിക്ക് എന്താ പറയാ, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് അതിന് പെർപെൻഡിക്കുലർ ആണ് ഇവിടുത്തെ പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ SHM എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ വേവിനെ പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, ഇത് ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് പഠിക്കണം, ലോജിറ്റ്യൂഡൽ വേവ് ആണെങ്കിൽ പാരലൽ എന്ന് പഠിക്കണം. ഓക്കെ, അത് നിങ്ങൾ ഒരിക്കലും മാറിപ്പോകരുത്. ലോജിറ്റ്യൂഡൽ വേവ് ആണെങ്കിൽ പാർട്ടിക്കിളും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും പാരലൽ, അതേപോലെ ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും അതേപോലെ പാർട്ടിക്കിളിന്റെ വൈബ്രേഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അതിന് എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, ഇവരാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ട്രാൻസ്വേഴ്സ് വേവിന് നല്ലൊരു എക്സാമ്പിൾ ഉണ്ട് ലൈറ്റ് എന്താ പറയുക, നല്ല ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ അതിനെ പറ്റി കുറച്ചും കൂടെ കൂടുതലായിട്ട് പഠിക്കും. ലൈറ്റിനെ പറ്റി നമ്മൾ +2 കൂടുതൽ പഠിക്കുന്നത്. ലൈറ്റിനെ പറ്റി 2 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാറുണ്ട്. റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, അതേപോലെ വേവ് ഓപ്റ്റിക്സ് എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സ് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇവിടെ അല്ല, +2 ഭയങ്കര വലിയ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന്റെ കോമഡി എന്താ അറിയോ, റേ ഓപ്റ്റിക്സിൽ നമ്മൾ വളരെ ഉഷാറായിട്ട് പഠിച്ചിട്ട് നേരെ വേവുക്ക് വരും. റേയില് റേ എന്ന് പറഞ്ഞാൽ 2 +1 +2 തന്നെ ഏറ്റവും വലിയ ചാപ്റ്റർ ആണ്. റേയിൽ കുറെ തെറ്റുണ്ട്. സോ വേവ് ഓപ്റ്റിക്സിലെ ആദ്യത്തെ സെന്റൻസ് തന്നെ എന്താണെന്ന് അറിയോ, റേ ഓപ്റ്റിക്സ് ഒക്കെ തെറ്റാണെന്നാണ്. ഓക്കെ, അത് അങ്ങനെയാണ്, ഞാനൊരു അതിശയോക്തിക്ക് പറഞ്ഞതാണ്, അതായത് പഠിക്കാതിരിക്കാനൊന്നും പറ്റൂല. സോ ഇതാണ് 2 ടൈപ്പ് ഓഫ് വേവ്. സോ ഇതോടുകൂടെ അതും കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ഹാവ് സെഡ്. ഓക്കെ, so then we are moving to the next topic. Before that I would like to look the time. Okay, time ഇനിയുണ്ട്, വിഷയമല്ല. ഓക്കെ, then we are going for sound wave. ഓക്കെ, അപ്പൊ സൗണ്ട് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വെറുതെ ഒന്ന് ചെറുതായിട്ട് ഡിസ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ സൗണ്ട് വേവ് വളരെ നിങ്ങൾ എനിക്ക് തോന്നുന്നു CBSE ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ 9th ചാപ്റ്ററിൽ സൗണ്ട് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോ ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ദെൻ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾ. അതായത് ഒരു മീഡിയത്തിലൂടെ എന്താ പറയാ, മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ഒക്കെ എന്താ പറയാ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ദിസ് എന്താ പറയാ സൗണ്ട് പ്രൊപ്പഗേറ്റ് ത്രൂ എയർ ആൻഡ് റീച്ചസ് ദ ഇയർ ഡ്രം. അപ്പൊ നമ്മള് എങ്ങനെയാണ് എന്താ പറയാ ഒരു സൗണ്ട് കേൾക്കുന്നത്? ഒന്നുമില്ല, ഈ നമ്മളിപ്പോ എയറിൽ ഉള്ള പാർട്ടിക്കിളൊക്കെ വൈബ്രേറ്റ് ചെയ്യും. സോ ഈ വൈബ്രേഷൻ ഒക്കെ എന്ത് ചെയ്യും, നമ്മളെ ഇയർ ഡ്രമ്മിൽ വന്ന് എത്തും. ഇയറിനെ പറ്റി പറയാനാണെങ്കിൽ കുറെ ഉണ്ട്, അത് നിങ്ങൾക്ക് ബയോളജിയിൽ നിങ്ങൾ പഠിപ്പിച്ചു തന്നോളൂ. ചെവിനെ പറ്റി ചെവിയിൽ എന്തൊക്കെ ഉണ്ട്, ഇയർ ഡ്രം, കോക്ലിയ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്, നിങ്ങൾ 10ൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. സോ എയറിലുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു, ഇയർ ഡ്രമ്മിക്ക് എത്തി. പിന്നെ എന്ത് ചെയ്യും, ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇയർ ഡ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഈ നാസിക് ഡോൾ പോലത്തെ ഡ്രം, അതായത് ഇങ്ങനെ കൊട്ടി വെച്ചുണ്ടാവും കാരണം അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളെ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക, നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആ ഒരു സെൻസേഷൻ കിട്ടുക, മീൻസ് നമുക്ക് സൗണ്ട് ഉണ്ടാവുന്ന ഒരു സെൻസേഷൻ, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുക. അപ്പൊ അതാ പറഞ്ഞിട്ടുള്ളത്. Then the eardrum starts to vibrate and produces the sensation of hearing, just like what I have said earlier. ഓക്കെ, അപ്പൊ ഞാൻ നേരെ പറഞ്ഞ തന്നെ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. സൗണ്ട് എങ്ങനെ ഉണ്ടാവുന്നത്, വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് കാരണം ഉണ്ടാവുന്നത്. ആ സൗണ്ട് വൈബ്രേഷൻ ഉണ്ടാവും, അത് എയർ കൂടെ ട്രാവൽ ചെയ്യും, നേരെ ഇയർ ഡ്രമ്മിലേക്ക് എത്തും. ഇയർ ഡ്രം എന്ത് ചെയ്യും, നേരെ ഉള്ളിലോട്ടൊക്കെ പോകും. ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യും, അങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് നമ്മൾ ആ സൗണ്ട് കേൾക്കും. ഓക്കെ, ഓരോ സൗണ്ടിനും ഓരോരോ ഫ്രീക്വൻസി ഉണ്ട്. ഓക്കെ, ഓരോ സൗണ്ടിനും ഓരോരോ എന്തുണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ ഫ്രീക്വൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നതാണ് the frequency of sound between 20 Hz to 20,000 Hz അല്ലെങ്കിൽ 20 kHz is sensitive to human beings. അതായത് നമ്മൾ കുറെ സൗണ്ട് ഉണ്ട്, ഓരോ സൗണ്ടിനും ഓരോ ഫ്രീക്വൻസി ഉണ്ട്. പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്, ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 20 Hz to 20,000 Hz ആണ്. 20 Hz to 20,000 Hz ആണ്, അല്ലെങ്കിൽ 20 Hz to 20 kHz ആണ്. ഓക്കെ, ഒരു കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണല്ലോ. സോ 20,000 എന്ന് പറഞ്ഞാൽ 20 kHz ആണ്. അപ്പൊ നമുക്ക് 20 Hz ഉള്ളതും കേൾക്കാൻ പറ്റും, 20,000 Hz ഉള്ളതും കേൾക്കാൻ പറ്റും. 20,000ന്റെ അപ്പുറം പോയാൽ, സപ്പോസ് 20,001 അത് നമുക്ക് കേൾക്കാൻ പറ്റൂല. ഓക്കെ, അതേപോലെ തന്നെ 20 Hzന്റെ 19 Hz നമുക്ക് കേൾക്കാൻ പറ്റൂല. അതൊക്കെ കേൾക്കാൻ പറ്റുന്ന കുറെ സ്നേക്ക് ഉണ്ട്, റാറ്റ് പോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അതാണ് അവർക്ക് കേൾക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റില്ല, നമുക്ക് കേൾക്കുന്ന ചിലപ്പോൾ അവർക്കും കേൾക്കുന്നുണ്ടാവില്ല. ഓക്കെ, സോ ലോകത്തുള്ള എല്ലാ എന്താ പറയുക ഓർഗാനിസംസിനും ഓരോരോ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഉണ്ട്. ഓക്കെ, അതിനാണ് നമ്മൾ ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ഓഡിയോ ഫ്രീക്വൻസി എത്രയാണ്, 20 Hz 20,000 Hz ഇടയിലാണ്. ഓക്കെ, 20 Hz 20 kHz ഇടയിലാണെന്നും പറയാം. ഓക്കെ, അപ്പൊ പ്രത്യേകം നോക്കണം, ചിലപ്പോൾ എക്സാമിൽ തെറ്റിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 20,000 Hz പകരം 20 kHz ആണ് തരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, രണ്ടും 20 ആണ്, അപ്പൊ അതല്ല വെച്ചിട്ട് ആൻസർ കുത്താതിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. ഓക്കെ, സോ 20 Hz അതേപോലെ 20,000 എന്താ പറയാ ഹെർട്സും. ഓക്കെ, അതിന്റെ ഇടയിലുള്ളത് മാത്രം നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, അതാണ് റേഞ്ച്. ഓക്കെ,
അപ്പൊ ലെസ് ദാൻ 20 ഹെർട്സ്, അപ്പൊ നമുക്ക് എന്താ പറയാ ലെസ് ദാൻ 20 ഹെർട്സ്, അതായത് ഇപ്പൊ സൗണ്ടിന്റെ ഫ്രീക്വൻസി 20 ഹെർട്സിനേക്കാൾ കുറഞ്ഞാൽ അതിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാണ് 20 ഹെർട്സിനേക്കാൾ കുറവായ സൗണ്ടുകളെ വിളിക്കുക. അതേപോലെ 20 കിലോ ഹെർട്സിനേക്കാൾ കൂടുതലായ, അതായത് 20,000 ഹെർട്സിനേക്കാൾ കൂടുതലായ സൗണ്ടുകളെ നമ്മൾ എന്ത് വിളിക്കും? അൾട്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കും. ഓക്കെ, അൾട്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കും. ഓക്കെ, ഇങ്ങനെ ഇൻഫ്രാസോണിക് സൗണ്ടും അൾട്രാസോണിക് സൗണ്ടും കേൾക്കാൻ പറ്റുന്നത് ബാറ്റിന് കേൾക്കാം, അതേപോലെ കൗ അതേപോലെ കേൾക്കാം. ഈ കൗ അതേപോലെ ബാറ്റ് അതേപോലെ ചില ജീവികൾക്കൊക്കെ എർത്ത് ക്വേക്ക് ഉണ്ടല്ലോ. എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ ഭൂമി കുലുക്കം. ഓക്കെ, എർത്ത് ക്വേക്ക് ഉണ്ടാവുമ്പോൾ ഭൂമി എർത്ത് ഒരു വേവ് പുറത്തേക്ക് വിടുന്നുണ്ട്, സിസ്മിക് വേവ് എന്നാ പറയാം. ഓക്കെ, ഇത് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് ഈ ബാറ്റിന് കൗവിനൊക്കെ ഉണ്ട്. കാരണം ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവർക്ക് കേൾക്കാൻ പറ്റുന്ന ഇവരെ ഓഡിബിൾ റേഞ്ചിലുള്ള ഫ്രീക്വൻസിയാണ്, അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. സോ ഈ സിസ്മിക് വേവ് ഒക്കെ ഇവർക്ക് ഓൾറെഡി അറിയാൻ കഴിയും, എന്താ എപ്പോഴാണ് എർത്ത് ക്വേക്ക് ഉണ്ടാവാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നൊക്കെ എന്താ പറയാ അവർക്ക് അറിയാൻ പറ്റും. എർത്ത് ക്വേക്ക് ഉണ്ടാവണമെങ്കിൽ എർത്ത് റിലീസ് ചെയ്യുന്ന സിസ്മിക് വേവ് ഉണ്ടാവണം. സിസ്മിക് വേവ് നമ്മൾ എന്ത് ചെയ്യും, ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, തിരിച്ചറിയുന്നത് സിസ്മോഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്മോഗ്രാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. വേണ്ട, അതിനെ പറ്റിയൊന്നും നമുക്ക് പോകണ്ട. സോ അപ്പൊ ഇതാണ് ഇതിനെ പറ്റി പറയാറുള്ളത്. ഇഫ് ദ ഫ്രീക്വൻസി ഈസ് ലെസ് ദാൻ 20 ഹെർട്സ് then it is called infrasonic wave, and the frequency greater than 20,000 hertz then it is called ultrasonic wave. Okay, 20,000 hertz 20 കിലോ ഹെർട്സ് എന്നും പറയും. അപ്പൊ പ്രത്യേകം അത് ശ്രദ്ധിക്കുക. ഓക്കെ, പ്ലീസ് നോട്ട് ഡൗൺ ദാറ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. സോ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സംഗതിയാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക്കും ഒക്കെ പല എൻട്രൻസിനും ഇപ്പോഴും ചോദിക്കുന്ന സംഗതികളാണ്. ഓക്കെ, ദെൻ സ്പീഡ് ഓഫ് സൗണ്ട് വേവ് ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഇനി നിങ്ങൾ പഠിക്കാത്ത കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ പഠിക്കാത്ത എന്താ പറയാ കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സംഭവം, നമുക്ക് വെറുതെ നോക്കാം. ഓക്കെ, സ്പീഡ് ഓഫ് സൗണ്ട് വേവ്. ഓക്കെ, അപ്പോ പണ്ടത്തെ കാലത്ത് സൗണ്ടിന്റെ സ്പീഡ് കണ്ടെത്താൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം സ്പീഡ് ഓഫ് സൗണ്ട് വേവ്. സൗണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു മീഡിയത്തിലൂടെ, അത് ഏത് മീഡിയ ആയിക്കോട്ടെ, ആ മീഡിയത്തിലൂടെ, മീഡിയ അല്ലാതെ സൗണ്ടിന് പോകാൻ പറ്റില്ല. അപ്പൊ ഒരു മീഡിയത്തിലൂടെ സൗണ്ട് പോയാൽ എന്ത് ചെയ്യും, ഒരു മീഡിയത്തിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ സൗണ്ടിന് ഒരു വെലോസിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ സൗണ്ടിന് ഒരു സ്പീഡ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സൗണ്ടിന്റെ സ്പീഡ് എത്രയാണെന്ന് കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ പഠിക്കാത്ത ഒരു ഇക്വേഷൻ ആണ്, ഞാനിത് പറഞ്ഞു തരാം. അത് എങ്ങനെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഒരു സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ത്രൂ എ മീഡിയം, ഒരു സൗണ്ട് മാത്രമല്ല ഏതൊരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. v is equal to root of b by rho എന്നാണ്. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ഓർത്തു വെക്കുക. ഏതൊരു സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ത്രൂ എ മീഡിയം, ഏതൊരു മീഡിയത്തിലൂടെയും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പാസ് ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ബി ബൈ റോ ആണ്. ഓക്കെ, ബി എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ബി എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അതെന്താണ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ആര് ഇലാസ്റ്റിസിറ്റി, ആ മീഡിയത്തിന്റെ ഇലാസ്റ്റിസിറ്റി, ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദാറ്റ് മീഡിയം. ഓക്കെ, ആ മീഡിയത്തിന്റെ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിനെയാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. ദെൻ റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. നമ്മൾ റോ സിഗ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ മൊത്തം അതാണ് പഠിച്ചത്. സോ ആ മീഡിയത്തിന്റെ ഡെൻസിറ്റി, ഡെൻസിറ്റി ഓഫ് ദ മീഡിയം. സോ സ്പീഡ് ഓഫ് സൗണ്ട് വേവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ്. അത് അവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്, സ്പീഡ് ഓഫ് സൗണ്ട് വേവ്. വി is equal to root of b by rho. എങ്ങനെ ഒന്നും നോക്കണ്ട, ഡെറിവേഷൻ ഒന്നും നിങ്ങൾ ചോദിക്കാൻ പോകുന്നില്ല. ഓക്കെ, സോ പണ്ടത്തെ കാലത്ത് ഈ സൗണ്ടിന്റെ സ്പീഡ് കണ്ടെത്താൻ കുറെ സയന്റിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, വല്ലാതെ ശ്രമിച്ചിട്ടുണ്ട്. സോ അതിൽ നന്നായിട്ട് ശ്രമിച്ച ഒരാളാണ് ന്യൂട്ടൺ. ന്യൂട്ടന്റെ കുറെ കണ്ടുപിടുത്തങ്ങൾ ന്യൂട്ടൺ നടത്തിയിട്ടുണ്ട്. എല്ലാം ശരിയാവണമെന്നൊന്നുമില്ല, കുറെയൊക്കെ ശരിയാവുമ്പോൾ ചിലതൊക്കെ തെറ്റും. അതേപോലെ ന്യൂട്ടൺ ആണ് ആദ്യം ഇതിനെ പറ്റി റിസർച്ച് ചെയ്തത്. ഓക്കെ, സോ ന്യൂട്ടൺ റിസർച്ച് ചെയ്ത് എന്താന്ന് നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. കാരണം ന്യൂട്ടൺ ഇത് റിസർച്ച് ചെയ്താണ് പാളിപ്പോയ ഒരു വ്യക്തിയാണ്. ഓക്കെ, ന്യൂട്ടൺ റിസർച്ച് ചെയ്താണ് പാളിപ്പോയി. ഓക്കെ, നോക്കാം. ന്യൂട്ടൺ ഇതിനെ പറ്റി റിസർച്ച് ചെയ്തിട്ട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ന്യൂട്ടൺ സജസ്റ്റഡ് ദാറ്റ് വെൻ സൗണ്ട് വേപ്പർ പ്രൊപ്പഗേറ്റ്സ് ത്രൂ എ മീഡിയം. ഓക്കെ, ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ, ഇപ്പൊ ഇതൊരു മീഡിയ ആണ്. ഓക്കെ, ഈ മീഡിയത്തിലൂടെ സൗണ്ട് വേവ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ന്യൂട്ടൺ പറഞ്ഞ എന്താ വെച്ചാൽ, the pressure and volume of the medium changes isothermally. ഓക്കെ, ഐസോതെർമലി. എന്താ ഐസോതെർമലി എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾ തെർമോഡൈനാമിക്സിൽ നിങ്ങൾ പഠിപ്പിക്കും. ഐസോതെർമലി എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ,
അവിടുത്തെ എന്ത് കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് നമ്മൾ ഐസോതെർമൽ എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ന്യൂട്ടൺ പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു മീഡിയത്തിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ആ മീഡിയത്തിന്റെ പ്രഷർ, ഓക്കെ, പ്രഷർ പി ആണ്, ദെൻ വോളിയം വി തന്നെയാണ്, വെലോസിറ്റി ആണെന്ന് വിചാരിക്കരുത്, അതിന്റെ പ്രഷറും വോളിയവും ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം അവിടുത്തെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല, അത് കോൺസ്റ്റന്റ് ആണ് എന്നാണ് മൂപ്പര് പറഞ്ഞത്. ഓക്കെ, അതായത് ന്യൂട്ടൺ എന്താ പറയുക, ന്യൂട്ടന്റെ എക്സ്പെരിമെന്റിൽ ഐസോതെർമൽ ആണ്, ഓക്കെ, ഐസോതെർമലി ആണ് കണ്ടക്ട് ചെയ്തത്. ഓക്കെ, സോ ഈ ഒരു പ്രയോഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഐസോതെർമൽ. പലതരം എൻട്രൻസിന് ചോദിക്കുന്നുണ്ട് ന്യൂട്ടന്റെ അസംഷനിൽ ന്യൂട്ടൺ എന്താണ് കോൺസ്റ്റന്റ് ആക്കി എടുത്തത്, അല്ലെങ്കിൽ ന്യൂട്ടന്റെ പ്രോസസ് എന്തായിരുന്നു, അത് ഐസോതെർമൽ പ്രോസസ് ആണ്, ഐസോതെർമലി ആണ്, ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്. ഇതാണ് മൂപ്പര് പറഞ്ഞത്, ഇതാണ് തെറ്റിയതും. ഈ ഐസോതെർമൽ അല്ല സാധനം, വേറൊരു സംഭവമാണ്, വേറൊരു പ്രോസസ്സാണ്. അന്നത്തെ മൂപ്പരെ കൈവച്ചിട്ട് മൂപ്പര് എന്താണ് അതാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, സോ ഓക്കെ, അങ്ങനെ മൂപ്പർ എന്ത് ചെയ്തു, ഇതൊക്കെ വെച്ചിട്ട് മൂപ്പർ സ്പീഡിന്റെ സൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഇതുവരെ ഓക്കെ ആണ്. ഈ സ്പീഡിന്റെ സൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞ ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കാം അത് എങ്ങനെയാണെന്ന്. ഓക്കെ, സോ എന്താ പറയാ, ഐസോതെർമലി ആണ് അല്ലെങ്കിൽ ഐസോതെർമൽ പ്രോസസ് ആണ് എന്നാണ് ന്യൂട്ടൺ പറഞ്ഞത്, ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, സോ അത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഐസോതെർമൽ പ്രോസസ്. ചിലപ്പോൾ ഐസോതെർമൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ ബോയിൽസ് ലോ പറഞ്ഞപ്പോൾ ഇതേപോലെ ആയിരുന്നു. ബോയിൽസ് ലോ പറഞ്ഞപ്പോൾ എന്താ പറയാ, നമ്മൾ കുറെ ഗ്രാഫ് ഒക്കെ വരച്ചിരുന്നു, അതൊക്കെ ഐസോതെർമൽ ആണെന്ന് ചിലപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടാവും. കെമിസ്ട്രി ഇതൊക്കെ തമ്മിൽ ഭയങ്കര ലിങ്ക് ആണ്. ഓക്കെ, സോ അങ്ങനെ ന്യൂട്ടൺ എന്ത് ചെയ്തു, സ്പീഡ് ഓഫ് സൗണ്ട് വേവിന് ഒരു പുതിയ ഫോർമുല ഉണ്ടാക്കി. ഓക്കെ, അങ്ങനെ അത് മൂപ്പര് ഇപ്പൊ നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സൗണ്ടിന്റെ സ്പീഡ് കാണണം എന്നുള്ളതാണ്. അങ്ങനെ മൂപ്പര് എന്ത് ചെയ്തു, therefore സ്പീഡ് ഓഫ് സൗണ്ട് വേവ് നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്. സോ സ്പീഡ് ഓഫ് എന്താ പറയാ സൗണ്ട് വേവിന് മൂപ്പര് ഒരു പുതിയ ഫോർമുല ഉണ്ടാക്കി. അത് വേറെ ഒന്നുമല്ല, വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൈ റോക്ക് പകരം ബി ടി ബൈ എന്ത് കൊടുത്തു, റോ എന്ന് കൊടുത്തു. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് മീഡിയം. ഓക്കെ, ബി ടി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബി ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ബി ടി എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ എന്താ സാധനം, ഐസോതെർമൽ ബൾക്ക് മോഡുലസ് എന്നാണ് പറയുന്നത്. ഐസോതെർമൽ ബൾക്ക് മോഡുലസ് നിങ്ങൾ കണ്ടുപിടിക്കൊന്നും വേണ്ട, നമ്മളെ സാധാ ബൾക്ക് മോഡുലസ് തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ പ്രോസസ്സ് നടക്കുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടാണ്. സോ അതുകൊണ്ട് ഐസോതെർമൽ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നാണ് ഇതിന് പേര് കൊടുത്തത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാത്ത വേറൊരു സാധനം കൂടെ ഞാൻ പഠിപ്പിക്കാൻ പോവാണ്. ഫോർ ആൻ ഐസോതെർമൽ പ്രോസസ്, ഈ പ്രോസസ്സ് നടക്കുന്നത് ന്യൂട്ടൺ പറഞ്ഞ പ്രോസസ്സ് ഐസോതെർമൽ ആണ്. ഫോർ ആൻ ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയ പ്രോസസ്സ്. ഒരു പ്രോസസ്സിൽ ഐസോതെർമൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഐസോതെർമൽ എന്ന് കണ്ടാൽ പി ഇൻറ്റു വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിരിക്കും. പി ഇൻറ്റു വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പൊ ഇത് പെട്ടിയിലാക്കി വെച്ചോ, ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും, പ്രഷർ ഇൻറ്റു വോളിയം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. വി വോളിയം ആണ് കേട്ടോ. ഓക്കെ, സോ വി എന്ന് പറഞ്ഞ വോളിയാണ്, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, വി എന്ന് പറഞ്ഞ വോളിയാണ്. ഓക്കെ, അപ്പൊ ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ പി ഇൻറ്റു വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിരിക്കും. സോ നിങ്ങൾ പ്രത്യേകം ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കണേ, പ്രഷർ ഇൻറ്റു വോളിയം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എവിടെ, ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക, പ്രഷർ ഇൻറ്റു വോളിയം ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ കേട്ടോ. ഇവിടെ വി എന്ന് പറഞ്ഞാൽ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ആണ്, ഇവിടെ വി എന്ന് പറഞ്ഞാൽ അത് വോളിയാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ അപ്പൊ പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഞാൻ പി വി ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കുകയാണ്, കെ എന്ന് കൊടുക്കുകയാണ്. സോ പി വി ഈസ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഇത് എന്ത് ചെയ്യാൻ പോകണം, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പൊ ഡിഫറൻഷിയേറ്റ് ഓൺ ബോത്ത് സൈഡ്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ഓൺ എന്താ പറയാ, ബോത്ത് സൈഡ്സ്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ഓൺ ബോത്ത് സൈഡ്. ഇവിടെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഡി ബൈ ഡി ടി അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് എന്ന് കൊടുക്കണ്ട, വെറും ഡി എന്ന് കൊടുത്താൽ മതി. എന്ത് കൊടുത്താൽ മതി, വെറും ഡി എന്ന് കൊടുത്താൽ മതി. അപ്പൊ എന്ത് കിട്ടും, ഡി ഇൻറ്റു പി വി. ഓക്കെ, ഡി ഇൻറ്റു പി വി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, അപ്പൊ ഡി ഇൻറ്റു എന്താ പറയാ പി വി ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു കെ. ഓക്കെ, കെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ഒരു കോൺസ്റ്റന്റ് ഡിഫറൻസിയേഷൻ ഏത് കോൺസ്റ്റന്റ് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡി ബൈ ഡി ടി ഓഫ് 5 എത്ര, 0 ആണ്. ഡി ബൈ ഡി ടി ഓഫ് എത്ര, 100 എത്ര, 0 ആണ്. ഏത് കോൺസ്റ്റന്റ് ആയാലും ഡിഫറൻഷ്യൽ 0 ആയിരിക്കും. സോ ഇത് 0 ആയിരിക്കും. ഓക്കെ മക്കളെ, ഡി ഓഫ് പി വി എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഡി ഓഫ് പി വി എന്ന് പറഞ്ഞാൽ അത് പ്രൊഡക്റ്റ് റൂൾ ആണ്. നിങ്ങൾ അതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കണ്ട, നിങ്ങൾ ഞാൻ പറഞ്ഞ അതേപോലെ അങ്ങോട്ട് പഠിച്ചാൽ മതി. ഡി ഓഫ് പി വി എന്ന് പറഞ്ഞാൽ, ഓക്കെ, അത് നിങ്ങൾ അടുത്ത വർഷം വിശദമായിട്ട് പഠിക്കും. ഡി ഓഫ് പി വി എന്ന് പറഞ്ഞാൽ പി ഡി വി പ്ലസ് എന്താണ്, വി ഡി പി ആണ്. ഓക്കെ, ഡി ഓഫ് പി വി എന്ന് പറഞ്ഞാൽ പി ഡി വി പ്ലസ് വി ഡി പി ആണ്. ഓക്കെ, ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിനെ പറ്റി വല്ലാതെ ബോധരാവേണ്ട, അടുത്ത വർഷം പഠിക്കും. അതേ ഈസ് ഈക്വൽ ടു 0 ഒന്നുമില്ല. ഓക്കെ, അതേ ഈസ് ഈക്വൽ ടു 0 ഒന്നുമില്ല. ഓക്കെ, അപ്പോ എന്താണ് കിട്ടിയത്, ഡി ഓഫ് പി വി എന്ന് പറഞ്ഞാൽ എന്താണ്, പി ഡി വി പ്ലസ് വി ഡി പി ആണ്.
അത് കിട്ടിയത് എങ്ങനെയാ വെച്ചാൽ പ്രൊഡക്റ്റ് റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ റൂളുകളൊക്കെ പറയാണ്ട്, നിങ്ങൾ അതൊന്നും ഇപ്പൊ നോക്കണ്ട, നേരെ എടുത്ത് അങ്ങോട്ട് എഴുതിക്കോ. സോ പി ഡി വി പ്ലസ് വി ഡി പി, ഡി ഓഫ് പി വി എന്ന് പറഞ്ഞാൽ പി ഡി വി പ്ലസ് വി ഡി പി ആണ്. നിങ്ങൾ അടുത്ത വർഷം പഠിക്കും. ഡിഫറൻസിയേഷന്റെ ഒരു പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു റൂളാണ്, പ്രൊഡക്റ്റ് റൂൾ എന്നാണ് അതിന്റെ പേര്. സോ അത് പറയാൻ നിന്നാൽ കുറെ ടൈം എടുക്കും. നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് ബൈഹാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്ന അറിയോ? പി ഡി വി, ഓക്കെ, പി ഡി വി ഈസ് ഈക്വൽ ടു പ്ലസ് വി ഡി പി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി, നമുക്ക് എന്ത് കിട്ടും? മൈനസ് വി ഡി പി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ പി ഡി വി ഈസ് ഈക്വൽ ടു മൈനസ് വി ഡി പി കിട്ടി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പി ഈസ് ഈക്വൽ ടു, ഈ ഡി വിനെ ഞാൻ താഴേക്ക് എടുത്തു, അപ്പോൾ എന്ത് കിട്ടി? മൈനസ് വി ഇൻറ്റു ഡി പി ഓൾ ഡിവൈഡഡ് ബൈ വി എന്ന് കിട്ടി. ഓക്കെ, മൈനസ് വി ഇൻറ്റു ഡി പി ഓൾ ഡിവൈഡ് ബൈ വി. നമുക്കറിയാം ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ എന്താണ്? ഓക്കെ, പി ഡി വി ബൈ വി ആണെന്ത്? മൈനസ് പി ഡി വി ബൈ വി. ഇതാണ് ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഏത്? നമ്മളെ സോളിഡ്സ് പഠിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ അവിടെ ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? പി ഈസ് ഈക്വൽ ടു, ഈ വി ഞാൻ നേരെ താഴെ കൊണ്ടുപോയി. സോ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഡി പി ബൈ എന്താണ്? മൈനസ് ഡി പി ബൈ ഇവിടെ ഡി വി ബൈ വി. ഓക്കെ, ഡി വി ബൈ വി. ഓക്കെ, സോ ആക്ച്വലി ഇത് എന്താണ് സാധനം? ഓക്കെ, ഇത് തന്നെയാണ് സാധനം. ഇവിടെ നമ്മൾ പിക്ക് പകരം ഇവിടെ ഡി പി ആണുള്ളത്. വലിയ വിഷയമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ അതിന് ഇങ്ങനെ എഴുതാം, ബി ഇസ് ഈക്വൽ ടു മൈനസ് ഡി പി ഡി വി ബൈ വി എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതിക്കോ, വിഷയമല്ല. ഓക്കെ, അങ്ങനെയല്ല. ഓക്കെ, സോറി, അതിനെ നമുക്ക് നേരെ തിരിച്ചു എഴുതാം. ഓക്കെ, അപ്പോൾ ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മൈനസ് പി ഡി വി ബൈ വി എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ എഴുതി വെക്കാം. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെക്കാം. എങ്ങനെ എഴുതി വെക്കാം? ഇതിപ്പോ ഇവിടെ മൈനസ് ഡി പി ഉണ്ട്, അത്ര വിഷയമുള്ളൂ. അത് വലിയ വിഷയമൊന്നും നിങ്ങൾ കാണണ്ട. ഡി വി ബൈ വി അതെന്തായാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോ അത് നിങ്ങൾ നോക്കണ്ട. ഇതിപ്പോ എന്താ സാധനം? മൈനസ് ഡി പി ബൈ ഡി വി ബൈ വി. ഇതെന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ് ആണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ് ആണ്. സോ പി ഈസ് ഈക്വൽ ടു ബൾക്ക് മോഡുലസ് ബി. ഞാനിവിടെ ടി എന്നിട്ടാണ്, കാരണം ഐസോതെർമൽ ആണ് ഇത് നടക്കുന്നത്. സോ അതുകൊണ്ട് ഐസോതെർമൽ ബി ടി എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, മൈനസ് പി വി ബൈ ഒ. ഇതിന് ചെറിയൊരു തെറ്റുണ്ട്. ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ എന്താണ്? ബി ഇസ് ഈക്വൽ ടു മൈനസ് പി ഡി വി ബൈ വി ആണോ? ഒരിക്കലും അല്ല. എന്താ പിന്നെ ഇക്വേഷൻ? ആലോചിച്ചിട്ട് പറയൂ. ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് പി ഡി വി ബൈ വി അല്ല. ഓക്കെ, അത് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. സോ ബൾക്ക് മോഡുലസിന് കുറെ ഇക്വേഷൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? യെസ്, ഇതാണ് ഇക്വേഷൻ. ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ബി ഇസ് ഈക്വൽ ടു മൈനസ് എന്താ പറയാ, പി വി ബൈ ഡെൽറ്റ വി. ഓക്കെ, ഡെൽറ്റ വി ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ നിങ്ങൾ ഡി വി ഇട്ടാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ഓൾറെഡി ശരിയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൾക്ക് മോഡുലസിന് ഇങ്ങനെ എഴുതാം, ബി ഇസ് ഈക്വൽ ടു മൈനസ് ഡി പി ഇൻറ്റു വി ബൈ ഡി വി എന്നും നിങ്ങൾക്ക് എഴുതാം. അത് തന്നെയല്ലോ ഈ സാധനം. ഓക്കെ, ഡി പി ചേഞ്ചിന് പ്രഷർ ആണ്, വി എന്ന് പറഞ്ഞ വോളിയാണ്, ഡി വി എന്ന് പറഞ്ഞാൽ ചേഞ്ചിന് വോളിയം. അത് തന്നെയാണ് ഈ സാധനം. സോ പി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ബി എന്ന് കിട്ടി. മൈനസ് ഡി പി വി ബൈ വി. ഇവിടെ മൈനസ് വി ഡി പി ബൈ ഡി വി എന്നാണ്. സോ ഞാനിവിടെ ഡി പി ഇൻറ്റു വി ബൈ ഡി വി എന്ന് എഴുതി. അവിടെയോ വി ഇൻറ്റു എന്താ പറയാ ഡി പി ബൈ ഡി വി ആണ്. സോ രണ്ടും ഒന്നാണ്. സോ എന്ത് കിട്ടി? ബി പി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ബി ടി എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇത് നേരെ പി ഇസ് ഈക്വൽ ടു ബി ടി. ഇത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1. സബ് ഇൻ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 എന്താണ്? ഇക്വേഷൻ നമ്പർ 1 ഇവിടെ എവിടെയോ ഉണ്ട്. യെസ്, വി ഇസ് ഈക്വൽ ടു റൂട്ട് ബി ടി ബൈ റോ ആണ് അല്ലെ? സോ വി ഇസ് ഈക്വൽ ടു റൂട്ട് ബി ടി ബൈ റോ ആണ്. ഓക്കെ, അപ്പൊ വി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ്? ബി ടി ബൈ റോ ആണ്. സോ ബി ടിക്ക് പകരം പി എന്ന് കൊടുക്കുക. സോ ഇതാണ് ന്യൂട്ടന്റെ കണ്ടുപിടുത്തം. വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് കിട്ടി? പി ബൈ റോ. പി എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ്, റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. സോ പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ ആണ്. സോ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ, ഇതാണ് ന്യൂട്ടന്റെ ഫോർമുല. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ, ഇതല്ലാതെ വേറെ കുഴപ്പമുണ്ട്. ഓക്കെ, സോ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ റോ. ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഫോർമുല എന്നുള്ളത്. ഇനി ഇവിടെ ചെറിയ കുഴപ്പമുണ്ട്. എന്താ കുഴപ്പമെന്ന് അറിയോ? അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അറ്റ് എസ് ടി പി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ പി എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.013 ഇൻറ്റു 10⁵ പാസ്കൽ ആണ്. ഓക്കെ, പ്രഷറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതേപോലെ തന്നെ ഇതിപ്പോ എയർ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ എയറിന്റെ ഡെൻസിറ്റി നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. സോ ഡെൻസിറ്റി ഓഫ് എയർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഡെൻസിറ്റി ഓഫ് എയർ എന്ന് പറഞ്ഞാൽ 1.293 ആണ്. സോ ഇവിടെ പ്രഷറും കിട്ടി, അതേപോലെ എന്താ പറയുക ഡെൻസിറ്റിയും കിട്ടി. സോ ഇത് രണ്ടും കൂടെ നമ്മൾ കിട്ടി. ഇത് രണ്ടും കൂടെ നമ്മൾ ഈ റൂട്ടിലൊക്കെ കൊടുത്ത ശേഷം അപ്പൊ റൂട്ടിൽ കൊടുത്തു നോക്കുക. അപ്പൊ വി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? റൂട്ട് ഓഫ് എന്ത് വരും? 1.013 ഇൻറ്റു 10⁵ ഓൾ ഡിവൈഡ് ബൈ 1.293. സോ ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എയറിന്റെ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു എത്ര കിട്ടും എന്നറിയോ? 250 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതായത് എയർ കൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ
അതിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് 250 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇതാണ് ന്യൂട്ടൺ കണ്ടുപിടിച്ചത്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? ഓക്കെ ഓക്കെ അപ്പൊ എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം നോക്കാം. ന്യൂട്ടനെ നമ്മൾ എന്ത് ചെയ്തു? കുറെ ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട്, ഏത് ഇക്വേഷൻ? √P/ρ എന്നുള്ള ഇക്വേഷൻ ന്യൂട്ടൺ നമ്മളിപ്പോ കണ്ടുപിടിച്ചു. അപ്പൊ ന്യൂട്ടനെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടുപിടുത്തി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊക്കെ കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി? സോറി, ഇത് 250 അല്ല, 280 ആണ് കേട്ടോ. 250 അല്ല, 280. 280 ആണ്. 280 പോയിന്റ് സംതിങ് ആണ്. നിങ്ങൾ അതിനെ പറ്റിയൊന്നും വെറീഡ് ആവണ്ട. സോ 280 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ പ്രശ്നം ഇനിയാണ് തുടങ്ങുന്നത്. ഇനിയാണ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. എന്താ വെച്ചാല്, ഇത് 280 നമ്മളെ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചതാണ് 280 എന്നുള്ളത്. പക്ഷേ ഇത് നമ്മൾ വേറൊരു എക്സ്പെരിമെന്ററി നോക്കിയപ്പോ, എയറിന്റെ വെലോസിറ്റി സ്പീഡ് നേരെ നോക്കിയപ്പോ, എയറിൽ സൗണ്ടിന്റെ സ്പീഡ് നോക്കിയപ്പോ അത് കണ്ടെത്തിയത് സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ എയർ ഈസ് 332 ആണ്. അതായത് 280 332 തമ്മിൽ ഒരു 42ന്റെ മാറ്റമുണ്ട്. മീൻസ് അത്രത്തോളം ഡിഫറൻസ് ഉണ്ട്. സോ അതായത് ന്യൂട്ടൺ ചെയ്തതിൽ എന്തോ തെറ്റുണ്ട്. എന്താണ്? ന്യൂട്ടൺ ചെയ്തതിൽ എന്തോ തെറ്റുണ്ട്. അപ്പൊ ആ തെറ്റ് കണ്ടുപിടിച്ച ആളാണ് എന്ത് ചെയ്തത്? ആ തെറ്റ് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്ത ആളാണ്. ദാറ്റ് ഈസ് ന്യൂട്ടൺ റിസൾട്ട് നീഡ് സം കറക്ഷൻ. എന്തോ കറക്ഷൻ വേണം. ആൻഡ് ആ കറക്ഷൻ കണ്ടുപിടിച്ച് അത് ശരിയാക്കിയ ആളാണ്. ഇറ്റ് വാസ് ഡൺ ബൈ ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ലാപ്ലേസ്. ഓക്കെ, ലാപ്ലേസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആണ് ഇതിന് ന്യൂട്ടൺ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ എന്തൊക്കെയോ കറക്ഷൻസ് ആവശ്യമെന്ന് പറഞ്ഞിട്ട് ചെയ്തത് ആരാണ്? ലാപ്ലേസ് ആണ്. സോ ലാപ്ലേസ് ഇനി എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് മൂപ്പരൊരു എക്സ്പെരിമെന്റ് നടത്തി മൂപ്പരൊരു ഫോർമുല ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഫോർമുല എല്ലാവർക്കും കോൺസ്റ്റന്റ് ആണ്. ഏത്? എവിടെ? യെസ്, √B/ρ. ഇത് എല്ലാവർക്കും കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ന്യൂട്ടൺ ചെയ്ത് കണ്ടപ്പോ ന്യൂട്ടന് കിട്ടിയ ഫോർമുല എന്താണ്? അത് ചെയ്തപ്പോ V = √P/ρ ആണ്. ഓക്കെ, സോ ഇവിടെ എന്തോ ഒരു ക്വാണ്ടിറ്റി മിസ്സിംഗ് ആണ്. സോ ആ ക്വാണ്ടിറ്റി എന്താ നമ്മൾ ഇനി എടുക്കാൻ പോകും. സോ ഇനി ആ ക്വാണ്ടിറ്റി നമ്മൾ പറയാൻ പോവാണ്. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്തത്. അപ്പോ ന്യൂട്ടന്റെ ഇക്വേഷൻ √P/ρ ആണ്. ഓക്കെ, √P/ρ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ന്യൂട്ടന്റെ കറക്ഷൻ എന്താ നോക്കാം. ന്യൂട്ടനെ കഴിഞ്ഞപ്പോ ന്യൂട്ടൺ എന്തൊക്കെ കറക്ഷൻ ആണ് വരുന്നത് നോക്കാം. ഓക്കെ, സോ വളരെ സിമ്പിൾ ആണ്. അതും കുറച്ച് വിഴുങ്ങാനുള്ളത് കേട്ടോ. വിഴുങ്ങാനുള്ളത് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മളിപ്പോ D/PVക്ക് നമ്മൾ എടുത്തില്ല, അതേപോലെ ഇവിടെ എടുക്കാണ്ട്. സോ ലാപ്ലേസ് കറക്ഷൻ. അപ്പൊ ലാപ്ലേസിന്റെ കറക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ലുക്ക് വാട്ട് ഈസ് എ കറക്ഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലാപ്ലേസ്. ഓക്കെ, സോ ലാപ്ലേസ് പറഞ്ഞത് ഇത്ര മാത്രമേ ലാപ്ലേസ് പറഞ്ഞിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ലാപ്ലേസ് കറക്റ്റഡ് വെൻ ദ സൗണ്ട് പ്രൊപ്പഗേറ്റ് ത്രൂ എ മീഡിയം ദ പ്രഷർ ആൻഡ് വോളിയം ഓഫ് ദ മീഡിയം ചേഞ്ചസ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഇതിലൂടെ പോകുമ്പോൾ ന്യൂട്ടൺ പറഞ്ഞ പോലെ പ്രഷറും വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ന്യൂട്ടൺ പറഞ്ഞത് ഐസോതെർമലി ആണ്, അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്നാണ്. പക്ഷെ അതാണ് തെറ്റ്. ലാപ്ലേസ് പറഞ്ഞു അത് ഐസോതെർമലി അല്ല, പകരം അഡയാബാറ്റിക്കലി ആണ് ഇത് ചേഞ്ച് ചെയ്യുന്നത്. എന്താ അഡയാബാറ്റിക്കലി എന്ന് പറഞ്ഞാൽ? അഡയാബാറ്റിക്കലി അല്ലെങ്കിൽ അഡയാബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിൽ ഹീറ്റിന് എന്ത് ചെയ്യാൻ പറ്റൂല, ഉള്ളിലേക്ക് കയറാനും പറ്റില്ല. ഹീറ്റിന്റെ വാല്യൂ 0 ആയിരിക്കും. Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഫോം ഓഫ് എനർജിയാണ്. Q എന്ന് പറഞ്ഞ ആ സാധനം ആ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് കയറില്ല, പുറത്തേക്ക് റിലീസ് ചെയ്യില്ല. സോ ഹീറ്റിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ Q കോൺസ്റ്റന്റ്. ഓക്കെ, ഡെൽറ്റ Q അല്ലെങ്കിൽ Q കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡെൽറ്റ Q കോൺസ്റ്റന്റ് അല്ലെങ്കിൽ Q കോൺസ്റ്റന്റ് ആയ പ്രോസസ്സിനെ, ഹീറ്റ് കോൺസ്റ്റന്റ് ആയ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹീറ്റ് കോൺസ്റ്റന്റ് ആയ പ്രോസസ്സിനെ പറയുന്ന പേരാണ് അഡയാബാറ്റിക് പ്രോസസ്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഹീറ്റും ടെമ്പറേച്ചറും ഒന്നല്ലേ എന്ന്. അല്ല, ഹീറ്റും ടെമ്പറേച്ചറും ഒന്നല്ല. നിങ്ങൾ സാർ പഠിപ്പിച്ചിട്ടുണ്ടാവും ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് ഹീറ്റ് ആണ്. T എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് ഹീറ്റ് ആണ്. ഓക്കെ, സോ ലാപ്ലേസ് പറഞ്ഞത് എന്താണ്? ഒരു മീഡിയത്തിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ന്യൂട്ടൺ പറഞ്ഞ പോലെ പ്രഷറും വോളിയം ചേഞ്ച് ചെയ്യും. പക്ഷെ ഐസോതെർമലി അല്ല, പകരം അഡയാബാറ്റിക്കലി ആണ് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് മൂപ്പര് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് മൂപ്പര് എന്ത് ചെയ്തു? അത് കാണാൻ ഒരു ഫോർമുല കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ആ ഫോർമുല എന്ന് പറഞ്ഞാൽ സ്പീഡ് ഈസ് ഗിവൺ ബൈ V = എന്ത് കിട്ടി? √BA/ρ. ഓക്കെ, BA/ρ ആണ് മൂപ്പര് കൊണ്ടുവന്നത്. BA ആട്ടോ, ക്യാപിറ്റൽ എ. നേരത്തെ BP/ρ ആണ് ആര് കണ്ടുപിടിച്ചത്? അത് കണ്ടുപിടിച്ചതല്ല, ഓൾറെഡി ഇലാസ്റ്റിസിറ്റി ആകുമ്പോൾ അങ്ങനെ പ്രോസസ്സ് മാറും. ഇവിടെ BA എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രേ ഉള്ളൂ. BA എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. BA എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. BA എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? BA എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. BA എന്ന് പറഞ്ഞാൽ അഡയാബാറ്റിക് ബൾക്ക് മോഡുലസ് ആണ്. ഓക്കെ, അഡയാബാറ്റിക് എന്താ പറയാ? ബൾക്ക് മോഡുലസ് ആണ്. നേരത്തെ എന്തായിരുന്നു? ഐസോതെർമൽ ബൾക്ക് മോഡുലസ് ആയിരുന്നു. അതിനാണ് BT എന്ന് കൊടുത്തത്. ഇതല്ല ഇക്വേഷൻ, ഇത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് ഇറ്റ് ബി ദ ഇക്വേഷൻ നമ്പർ 1. ഇത് 1 ആയിക്കോട്ടെ, പുതിയ ഡെറിവേഷൻ അല്ല. ഓക്കെ, സോ V = √BA/ρ. ഓക്കെ, ഒരു അഡയാബാറ്റിക് പ്രോസസ്സിന്, ഓക്കെ, ഫോർ ആൻ അഡയാബാറ്റിക് പ്രോസസ് നമ്മൾ ചെയ്യാൻ പോവാണ്, ഡെറിവേഷൻ ചെയ്യാൻ പോവാണ്.
ഒരു ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിരുന്നു അല്ലെ, അല്ലെങ്കിൽ പി വി ഈസ് ഈക്വൽ ടു കെ ആയിരുന്നു. അതേപോലെ ഫോർ ആൻ അഡിയാബാറ്റിക് പ്രോസസ് ഓക്കെ, ഫോർ ആൻ അഡിയാബാറ്റിക് പ്രോസസ്, ഒരു അഡിയാബാറ്റിക് പ്രോസസ്സിന് ഇത് നിങ്ങൾ പഠിക്കൂട്ടോ. ഫോർ ആൻ അഡിയാബാറ്റിക് പ്രോസസ് നിങ്ങൾ പഠിക്കും. അതിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിരിക്കും. എന്താണ് ഒരു അഡിയാബാറ്റിക് പ്രോസസ്സിന്? ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ പി വി റേസ് ടു ഗാമയാണ്. ഓക്കെ, ഗാമ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഗാമ ഇതാണ് ഗാമ. ഓക്കെ, എന്നുള്ള മലയാള അക്ഷരം അങ്ങനെ ഇട്ടാൽ മതി. ഓക്കെ, ഗാമ ഇതാണ് ഗാമ. ഗാമ എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ, ഗാമ എന്ന് പറഞ്ഞ ഒരു റേഷ്യോ ആണ്. ഓക്കെ, ഗാമ എന്ന് പറഞ്ഞ ഒരു റേഷ്യോ ആണ്. ഗാമ ഇസ് ഈക്വൽ ടു സി പി ബൈ സി വി ആണ്. ഓക്കെ, ഗാമ ഇസ് ഈക്വൽ ടു സി പി ബൈ സി വി ആണ്. സി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് ആണ്. എന്താണ് സി എന്ന് പറഞ്ഞാൽ? സി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് ആണ്. നിങ്ങൾ അത് സാറ് പഠിപ്പിക്കും. എവിടെ? സാറ് പഠിപ്പിക്കും. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ സാറ് പഠിപ്പിക്കും. സി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് ആണ്. ഓക്കെ, സി പി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ്, ഓക്കെ, സ്പെസിഫിക് ഹീറ്റ്, ഓക്കെ, ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സി പി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ് സി പി എന്ന് പറയുന്നത്. ഓക്കെ, സി വി എന്ന് പറഞ്ഞാലോ അതെന്താന്നൊക്കെ സാറ് പഠിപ്പിക്കും. ഞാനിപ്പോ അതൊന്നും പറയുന്നില്ല, നിങ്ങൾ ഇക്വേഷൻ മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, സി വി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് എന്താ പറയാ ഹീറ്റ്, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, കോൺസ്റ്റന്റ് എന്താ പറയാ വോളിയം. ഓക്കെ, സോ ഗാമ ഇസ് ഈക്വൽ ടു എന്താണ്? സി പി ബൈ സി വി ആണ്. സി പി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. സി വി പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പൊ അതേപോലെ അങ്ങോട്ട് വഴങ്ങാം. ഓരോ ഗ്യാസിനും, ഇപ്പൊ മോണോറ്റോമിക് ഗ്യാസ് ആയിക്കോട്ടെ ഡയറ്റോമിക്കിനൊക്കെ ഗാമ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഗാമനെ പറ്റി വറി ചെയ്യേണ്ട കാര്യമില്ല. ഗാമ നമുക്ക് ഓൾറെഡി എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു തരും. ഓക്കെ, സോ അതിനെ പറ്റി ബോധറാവണ്ട. ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റിൽ ഒരു കുറച്ച് നേരം മാത്രമേ ഇങ്ങനെ അറിയാത്ത ടേംസ് വെച്ചിട്ടുള്ളൂ. ഇത് കഴിഞ്ഞാൽ സംഭവം വളരെ സ്മൂത്ത് ആണ്. പിന്നെ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇല്ലെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇതിന് മുമ്പത്തെ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ, സോ പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പൊ അതോടുകൂടെ അത് കഴിഞ്ഞു. ഓക്കെ, ഇതാണ് ഫോർ ആൻ അഡിയാബാറ്റിക് പ്രോസസ് പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഗാമ എന്ന് പറഞ്ഞാൽ സി പി ബൈ സി വി ആണ്. സി പി എന്ന് പറഞ്ഞാൽ സി ബി എന്ന് പറഞ്ഞാൽ അവിടെ തന്നിട്ടുണ്ട്. ഗാമയ്ക്ക് ഓരോന്നിനും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ മോണോ ആണെങ്കിൽ 1.4, അത് വേണ്ട. അങ്ങനെ ഓരോ ഗ്യാസിനും എന്താ പറയാ ഇത്ര വാല്യൂ ഉണ്ടാവും. അത് ഗിവൺ ആയിരിക്കും ക്വസ്റ്റ്യനിൽ. ഓക്കെ, സോ അത് കഴിഞ്ഞു. പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ? പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണല്ലോ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഒരു കെ കൊടുത്തു. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളെ അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഡി ബൈ ഡി ടി എന്നൊന്നും കൊടുക്കണ്ട, ഡി എന്ന് കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ഡി ഇൻറ്റു പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു എന്താണ്? കോൺസ്റ്റന്റ് കെ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ എന്താ പഠിച്ചിരുന്നു? ഡി ഓഫ് പി വി എന്താ പഠിച്ചിരുന്നു? ഓക്കെ, ഡി ഓഫ് പി വി എന്തായിരുന്നു? പി ഡി വി പ്ലസ് എന്താണ്? വി ഡി പി ആണ് അല്ലെ. അപ്പൊ ഇതേപോലെ തന്നെ ഇവിടെ എന്താ ഒരു ചെറിയ മാറ്റം എന്താ? ഇവിടെ പി വി റേസ് ടു ഗാമ ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് കൊടുക്കണം? ഇവിടെ അതേപോലെ തന്നെ എഴുതുക. പി ഇൻറ്റു ഡി വിക്ക് പകരം ഡി വി തന്നെ, ഡി വി ഇൻറ്റു ഇവിടെ റേസ് ടു ഗാമ ഉണ്ടല്ലോ, ആ ഗാമ അങ്ങോട്ട് കൊടുക്കുക. പ്ലസ് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ വിക്ക് പകരം വി റേസ് ടു ഗാമയാണ്. സോ വി റേസ് ടു ഗാമ ഇൻറ്റു ഡി പി. ഓക്കെ, അത് നേരെ ഇങ്ങനെ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? പി ഇൻറ്റു ഡി വി റേസ് ടു ഗാമ, ഓക്കെ, ഡി വി റേസ് ടു ഗാമ, ഓക്കെ, പ്ലസ് വി റേസ് ടു ഗാമ ഇൻറ്റു ഡി പി ഈസ് ഈക്വൽ ടു കെ. കെ എന്ന് പറഞ്ഞ ഡിഫറൻഷ്യൽ ഓഫ് കെ കോൺസ്റ്റന്റ് ആണ്, 0 ആയിരിക്കും. ഓക്കെ മക്കളെ, ഇനി ഇവിടെ ഡി വി റേസ് ടു ഗാമ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് എത്ര നമ്മൾ കണ്ടെത്തണം. നമുക്കറിയാം ഡി ബൈ ഡി ടി ഓഫ് എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് എന്താണ്? എക്സ് റേസ് ടു എൻ എന്താണ്? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. അതായത് ഡി ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് എന്ത്? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 തന്നെയാണ്. അതെങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി വി റേസ് ടു ഗാമ എന്തായിരിക്കും? ഡി ഇൻറ്റു വി റേസ് ടു ഗാമ, അതന്നെയാണ് ഡി വി റേസ് ടു ഗാമ. എന്തായിരിക്കും? ഇവിടെ എന്നിന് പകരം ആരാണ്? ഗാമയാണ്. സോ ഗാമ ഇൻറ്റു ഇവിടെ എക്സിന് പകരം ആരാണ്? വി ആണ്. സോ ഗാമ ഇൻറ്റു വി റേസ് ടു ഇവിടെ എൻ മൈനസ് 1 പകരം ഗാമ മൈനസ് 1 ആണ്. ഓക്കെ, സോ ഡി എക്സ് റേസിന് പകരം ഡി വി റേസ് ടു ഗാമയാണെങ്കിൽ ഇതേപോലെ എടുത്ത് ചെയ്തു. സോ ഡി വി റേസ് ടു ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാമ വി റേസ് ടു ഗാമ മൈനസ് 1 അല്ലെ. സോ ഗാമ വി റേസ് ടു ഗാമ മൈനസ് 1. അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം പി ഇൻറ്റു ഗാമ വി റേസ് ടു ഗാമ മൈനസ് 1 പ്ലസ് വി റേസ് ടു ഗാമ ഡി പി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഓക്കെ, വി റേസ് ടു ഗാമ, ഓക്കെ, ഡി പി ഇസ് ഈക്വൽ ടു 0. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ അറിയോ?
പി റൈസ് ടു ഗാമ വി റൈസ് ടു ഗാമ മൈനസ് 1 ഈ പ്ലസ് വി റൈസ് ടു ഗാമ ഡി പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വി റൈസ് ടു ഗാമ ഡി പി എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? വി റൈസ് ടു ഗാമ മൈനസ് 1 അല്ലേ? വി റൈസ് ടു ഗാമ മൈനസ് 1 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? വി റൈസ് ടു ഗാമ ഇൻറ്റു വി റൈസ് ടു മൈനസ് 1 എന്ന് എഴുതിക്കൂടെ? എഴുതാം, ഇങ്ങനെ എഴുതിക്കൂടെ? നമുക്ക് എഴുതാലോ, എഴുതാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? പി റൈസ് ടു ഗാമ ഈസ് ഈക്വൽ ടു വി റൈസ് ടു ഗാമ മൈനസ് 1 നമ്മൾ വി റൈസ് ടു ഗാമ ഇൻറ്റു വി റൈസ് ടു മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് വി റൈസ് ടു ഗാമ ഇൻറ്റു ഡി പി. ഓക്കെ, ഇവിടെ രണ്ടോടത്തും ആരുണ്ട്? ഇവിടെ ഒരു വി റൈസ് ടു ഗാമ ഉണ്ട്, ഇവിടെയും ഒരു വി റൈസ് ടു ഗാമ ഉണ്ട്. സോ നമ്മൾ രണ്ടും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? പി റൈസ് ടു ഗാമ ഇൻറ്റു വി റൈസ് ടു മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് ഡി പി എന്ന് കിട്ടി. ഓക്കെ, വി റൈസ് ടു മൈനസ് 1 നമുക്ക് മൈനസ് 1 ബൈ വി എന്ന് എഴുതിക്കൂടെ? എഴുതാം. എ റൈസ് ടു മൈനസ് 1 1 ബൈ എ എന്ന് എഴുതാം. സോ ഇവിടെ എന്ത് കിട്ടി? പി ഗാമ ഓൾ ഡിവൈഡ് ബൈ വി റൈസ് ടു മൈനസ് 1 ഞാൻ 1 ബൈ വി എന്ന് എഴുതി. സോ താഴെ വി എന്ന് കൊടുത്താൽ മതി. ഈസ് ഈക്വൽ ടു മൈനസ് ഡി പി എന്ന് കിട്ടി. ഓക്കെ, ഈസ് ഈക്വൽ ടു മൈനസ് ഡി പി എന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പില് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? നെക്സ്റ്റ് സ്റ്റെപ്പില് നമ്മൾ നേരത്തെ ചെയ്ത അപ്പൊ ഇതുവരെ എത്തി. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ഓക്കെ, ഇവിടെ ചെറിയൊരു സാധനം മിസ്സിംഗ് ആണ്. എന്താണ്? ഇവിടെ ഡി വി ഉണ്ടല്ലോ. ഓക്കെ, യെസ് ഇവിടെ എന്താ പറയാ, ഒരു ഡി വി ഉണ്ട്. നമ്മളിവിടെ ഗാമ വി റൈസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു എന്താണ്? ഒരു ഡി വി എന്ന് ഇവിടെ കൊടുക്കണേ. അപ്പൊ ഇവിടെ എല്ലായിടത്തും ഒരു ഡി വി ഉണ്ടാവും. ഓക്കെ, അത് ഒരു ഡി വി ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇവിടെ ഒരു ഡി വി ഉണ്ടാവും, ഇവിടെ ഇൻറ്റു ഒരു ഡി വി ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റോ ഇവിടെയും ഒരു ഡി വി ഉണ്ടാവും. ഓക്കെ, ആ ഡി വി എങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെയും ഒരു ഡി വി ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെയും ഒരു ഡി വി ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഇൻറ്റു ഡി വി ഉണ്ട്. ഇവിടെ ഡി വി എങ്ങനെ വന്നു എന്ന് അറിയോ? ഓക്കെ, ഇത് നോക്കി നിങ്ങള് ഡി ബൈ ഡി ടി ഓഫ് എന്താ പറയാ, എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. സോ ഡി ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇവിടെ ഈ ഡി ടി ഉണ്ടല്ലോ, ഈ ഡി ടി നമ്മൾ നേരെ ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, ആ ഡി ടിനെ നേരെ ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? അപ്പൊ ഡി ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഡി ടി എന്ന് കിട്ടി. ഓക്കെ, അതേപോലെയാണ് ഇവിടെ ഡി വി റൈസ് ടു ഗാമ ബൈ. ഓക്കെ, ഇവിടെ കേഴ്സർ അവിടെ പോയി. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ, ഡി ബൈ ഡി ടി ഓഫ് എക്സ് റൈസ് ടു എന്ന് പറഞ്ഞാൽ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പൊ ഡി ഓഫ് എക്സ് റൈസ് ടു എൻ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഡി ടി നമ്മൾ ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, സോ ഡി എക്സ് റൈസ് ടു എന്ന് പറഞ്ഞാൽ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഡി ടി ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ ഡി വി റൈസ് ടു ഗാമ ബൈ ഡി വി ഉണ്ട്. ഓക്കെ, സോ എന്ത് ചെയ്തു? ഇവിടെ താഴത്തെ നമുക്ക് വേണ്ടത് ഡി ഓഫ് വി റൈസ് ടു ഗാമയാണ്. സോ ഡി വിനെ മാത്രം നമ്മൾ ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, സോ അതാണ് എല്ലായിടത്തും ഉള്ളത്. ഈ ഡിഫറൻസിയേഷൻ മാത്രം നിങ്ങളൊന്ന് തൊടാതെ ഒഴുങ്ങി, കാരണം അടുത്ത വർഷം നമ്മൾ കൂളായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അടുത്ത സ്റ്റെപ്പിൽ വളരെ സിമ്പിൾ ആണ്. അടുത്ത സ്റ്റെപ്പിൽ ഈ പി ഗാമനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരും ഇങ്ങോട്ട് എടുത്തു. സോ മൈനസ് ഡി പി ഇൻറ്റു വി ഓൾ ഡിവൈഡ് ബൈ ഡി വി. അതായത് പി ഗാമ ഇസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഓഫ് വി ഇൻറ്റു ഡി പി ഓൾ ഡിവൈഡഡ് ബൈ ഡി വി ആണ്. ഓക്കെ, മൈനസ് വി ഇൻറ്റു ഡി പി ഓൾ ഡിവൈഡ് ബൈ ഡി വി എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എന്താണ്? ബൾക്ക് മോഡുലസ് തന്നെയാണ്. സോ ബി ഗാമ ഇസ് ഈക്വൽ ടു ബൾക്ക് മോഡുലസ് ബി. ഇവിടെ ബി അഡിയാബാറ്റിക് ആയതുകൊണ്ട് ബി എ എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇത് നേരെ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഒന്നൊക്കെ മറന്നിട്ടുണ്ടാവും. ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ, യെസ്, ഈ ഒന്നാമത്തെ ഇക്വേഷൻ ഈ സാധനം കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എ ബൈ റോ അല്ലേ? സോ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എ ബൈ റോ. ഓക്കെ, അതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. സോ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എ ബൈ റോ. ഓക്കെ, ഇവിടെ നമ്മൾ ഈ പി ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ കിട്ടി. അപ്പൊ എന്താ കിട്ടുക? വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ ഇൻറ്റു പി ബൈ റോ. ഓക്കെ, നേരത്തെ ഇതാണ് ലാപ്ലേസിന്റെ എന്താ പറയാ കറക്ഷൻ. നേരത്തെ ന്യൂട്ടൺ ചെയ്തപ്പോൾ റൂട്ട് ഓഫ് പി ബൈ റോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ലാപ്ലേസ് ഈ ഡെറിവേഷൻ ഒക്കെ ചെയ്തിട്ട് ഒരു ഗാമ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് കിട്ടി? ഗാമ പി ബൈ റോ. ഓക്കെ, ഗാമന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഗാമന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഇതൊക്കെ ഇവിടെ കൊടുക്കാൻ പോവാണ്. സോ റൂട്ട് ഓഫ് പി ബൈ റോ, വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ റോ നേരത്തെ കണ്ടുവച്ചിരുന്നു. എത്ര? 280 മീറ്റർ പെർ സെക്കൻഡ്. അത് നേരത്തെ അവിടെ കണ്ടുവച്ചിരുന്നു, കാരണം ന്യൂട്ടന്റെ തീരും. അപ്പൊ ഇവിടെ ഒരു ഗാമ മാത്രം അധികം വന്നിട്ടുള്ളൂ. സോ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ ഇൻറ്റു റൂട്ട് ഓഫ് പി ബൈ റോ എന്ന് എഴുതാം അല്ലെ? അടുത്ത സ്റ്റെപ്പിലോ റൂട്ട് ഓഫ് ഗാമ ഇൻറ്റു പി ബൈ റോ എത്ര? 280 ആണ്. ഓക്കെ, അപ്പൊ റൂട്ട് ഗാമ നമ്മൾ ഇവിടുത്തെ ഗ്യാസിന്റെ ഗാമന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.4 ആണ്. ഞാൻ നേരത്തെ പറയുന്നു ഗാമക്ക് വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇവിടെ അത് കൊടുക്കുക. സോ നമുക്ക് എന്ത് കിട്ടും? വി ഇസ് ഈക്വൽ ടു 1.4 ഇൻറ്റു 280. ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ക്ലോസ് ടു എന്ത് കിട്ടും? ക്ലോസ് ടു 332 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 332 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ ഇതന്നെയാണ് നമ്മൾ എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ച എയറിന്റെ സ്പീഡ്, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ. അപ്പോൾ നമുക്ക് ഇത് കൺക്ലൂഷൻ കൊടുക്കാം.
സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ എത്ര? സ്പീഡ് ഓഫ് എന്താ പറയാ സൗണ്ട് ഇൻ എയർ എന്ന് പറയുന്നത് എത്ര? 332 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, സോ ഇത് നിങ്ങൾ പ്രത്യേകം നോക്കി വെക്കുക. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ എന്ന് പറഞ്ഞാൽ 332 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മളെ ന്യൂട്ടൺ 250 കിട്ടിയത്. കാരണം മൂപ്പര് ഇക്വേഷൻ റൂട്ട് ഓഫ് പി ബൈ റോ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ലാപ്ലേസ് എന്ത് ചെയ്തു? അത് കണ്ടുപിടിച്ച റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ എന്ന് കൊടുത്തു. സോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ഇതിൽ നിങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നിങ്ങൾക്ക് ഗാമ എന്താ അറിയില്ല, സി പി അറിയില്ല, സി വി അറിയില്ല, കുറെ ഡിഫറൻസിയേഷൻ ഒക്കെ. സോ അത് തുടക്കത്തിലായ പ്രശ്നമാണ്. പ്രശ്നമാക്കണ്ട. അത് നിങ്ങൾ എന്ത് ചെയ്യും? കൈനറ്റിക് തിയറി പഠിപ്പിക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തരും. തെർമോഡൈനാമിക്സ് നമ്മൾ എടുക്കുമ്പോൾ പഠിപ്പിച്ചു തരും. ഓക്കെ, സോ ഇതോടുകൂടി നമ്മളെ ചാപ്റ്റർ തീർന്നു. നമുക്ക് എന്ത് ചെയ്യാം? സോറി ചാപ്റ്റർ തീർന്നിട്ടില്ല. ചാപ്റ്റർ ഇനി 2 ക്ലാസ്സും കൂടെ വേണം. ഓക്കെ, അപ്പൊ അടുത്ത സെക്ഷൻ മുതൽ കംപ്ലീറ്റ് മാത്തമാറ്റിക്സ് ആവും. അപ്പൊ ഇതേപോലത്തെ ഗാമ, സി പി, സി ബി അതിന്റെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഒക്കെ പഴയ പോലെ നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റുഡ് ആവും. സോ താങ്ക് യു ഓൾ. നമുക്ക് ലെറ്റ്സ് മീറ്റ് ഓൺ ദ അനദർ ക്ലാസ്. ഓക്കെ, താങ്ക് യു.